അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കേരള മുസ്ലിം ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത പല വാദങ്ങളും പല വിവാദ പ്രസ്താവനകളും ഇറക്കി മുസ്ലിം സമൂഹത്തിൽ കുപ്രസിദ്ധിയാർജിച്ച ഒരു വ്യക്തിയാണ് മൂത്തേടത്തുകാരൻ കാസിമി. ഇയാളുടെ പല പിഴച്ച വാദങ്ങളും പല വൈകൃതവാദങ്ങളും പല പ്രാവശ്യം നാം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചതാണ്. ഇന്ന് വരെ ഇയാളെ തലയിലേറ്റ് നടന്നിരുന്ന സമസ്ത വിഭാഗത്തിൽപ്പെട്ട പല പ്രസ്ഥാനക്കാരും ഇപ്പോൾ അവസാനം ഇയാളെ കൈയൊഴുന്ന രീതിയിലേക്ക് വളരെ വൃത്തികെട്ട വാദങ്ങളും വിവാദ പ്രസ്താവനകളും നടത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വിചിത്ര പണ്ഡിത വേഷധാരിയാണ് ഇയാൾ. നമുക്കറിയാം, കഴിഞ്ഞ 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള കാസിമിയും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് ശേഷമുള്ള കാസിമിയും രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് അയാളുടെ ആദർശത്തിലും നിലപാടിലും സംസാരത്തിലും പ്രസ്താവനകളിലുമെല്ലാം ആ വിചിത്രമായ വൈരുദ്ധ്യങ്ങൾ കാണാവുന്നതാണ്. ഖുർആൻ പ്രഭാഷകൻ എന്ന് സ്വയം പേരിട്ട് വിളിച്ച് ഖുർആൻ പഠിപ്പിക്കാൻ എന്ന പേരിൽ പടുത്തുയർത്തിയ ഒരു സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ഇയാൾ കുറച്ച് കാലങ്ങളായി വിസർജിച്ചു വിടുന്ന ഛർദ്ദിച്ചു വിടുന്ന വൃത്തികെട്ട ആദർശങ്ങളും സംസാരങ്ങളും ഏറ്റവും ഒടുവിൽ ഒരു സർവമത സത്യവാദത്തിന്റെ പ്രചാരകനായി ഇയാൾ മാറിയിരിക്കുന്നു എന്നതാണ് ഖേദകരം. ഇയാൾ ചേകനൗരിസത്തിലേക്കും അവിടെ നിന്നും സർവമത സത്യവാദത്തിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നാം മുമ്പ് പല പ്രാവശ്യം പറഞ്ഞതാണ്. അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന നിലപാടുകളും ആദർശങ്ങളുമാണ് ഓരോ ദിവസവും ഇയാൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10-ൽ പോലും ഇയാളുടെ അന്തമില്ലാത്ത കൗമിനെ വിളിച്ചുകൂട്ടി സർവമത സത്യവാദം വിളമ്പാനാണ് ഇയാൾ സമയം ചെലവഴിച്ചത്. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് ബാക്കിൽ റമളാൻ പ്രഭാഷണം എന്ന ഫ്ലെക്സും വെച്ച് അതിന് മുന്നിലിരുന്ന് ഇയാൾ ഛർദ്ദിച്ചു കൂട്ടിയ കാര്യങ്ങൾ മുഴുവനും സർവമത സത്യവാദമാണ്. 4 മണിക്കൂർ പ്രസംഗത്തിൽ തികച്ച് ഒരു ആയത്ത് പോലും ഓതാൻ തയ്യാറാകാത്ത ഇയാൾ അനവധി ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലെ സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അതിലേക്ക് ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രഭാഷണമാണ് ഇയാൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയത്. ഈ ആദർശത്തിലേക്കുള്ള ഇയാളുടെ യാത്ര കഴിഞ്ഞ ആഴ്ച ഉണ്ടായതൊന്നുമല്ല. ഇത് പടിപടിയായി ഏതാനും വർഷങ്ങളായി ഇയാൾ നടന്നുകൊണ്ടിരിക്കുന്നത് സർവമത സത്യവാദത്തിലേക്കാണ്. എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. മുമ്പ് ഇയാള് ഹൈന്ദവ വിശ്വാസികളെ തലയിലേറ്റിക്കൊണ്ട് മഹദിയുടെ അനുയായികൾ ഹിന്ദുക്കളായിരിക്കുമെന്നും മുസ്ലിങ്ങളായ ആളുകൾ മഹദിയെ തള്ളിപ്പറയുന്ന ആളുകളായിരിക്കും എന്ന പേരിൽ ഏതാനും വർഷം മുമ്പാണ് ഇയാൾ ഒരു പ്രസംഗം നടത്തിയത്. ഇതൊക്കെ ഇതിന്റെ ക്രമേണയുള്ള ഈ സർവമത സത്യവാദത്തിലേക്കുള്ള പോക്കാണ്. അന്ന് അയാൾ നടത്തിയ ആ പ്രസ്താവനയുടെ ക്ലിപ്പ് ഒന്ന് കാണുക. അറബികളെ പോലത്തെ വിഡ്ഢികൾ ലോകത്തില്ല. അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ്, ഇസ്ലാമിനെതിരാണ്, ഖുർആനെതിരാണ്. ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ആ മഹദി വന്നാൽ മഹദി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും. ഇതൊക്കെ പഠിച്ചോളൂ. ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ജനങ്ങളായിരിക്കും. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ പല സംഘടനകളും മഹദി ഇമാമിനെതിരായിരിക്കും. കൂട്ടത്തിൽ ഞാൻ പറയാണ്, മഹദി ഇമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും. മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദി ഇമാമിനെതിരായിരിക്കും. ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയണ്ടടാ. അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ. മഹദി ഇമാം വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും. ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദി ഇമാമിന്റെ അനുയായികളായിരിക്കും. എന്തുകൊണ്ട്? അവർ ശുദ്ധരായ മനസ്കരാണ്. അവർ BJP ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ്. ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ. ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്, ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ്. എന്തുകൊണ്ട്? മലിനമാക്കപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിൻ്റെ മനസ്സ്. നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോളൂ. ആരടാ നിങ്ങളെ പേടിക്കുന്നത്? സുഹൃത്തുക്കളെ, എന്താണ് ഈ ശൈത്താൻ ഈ പറയണത്? എന്തെല്ലാം കുഫ്രിയത്തും എന്തെല്ലാം ഇസ്ലാമിക നിന്ദയാണ് അവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ അവൻ ഈ പറഞ്ഞത്? അറബികളെ പോലെ വിഡ്ഢികൾ ലോകത്തില്ല. അറബികൾ മുഹമ്മദ് നബിക്ക് എതിരാണ്, അറബികൾ ഖുർആനിനെതിരാണ്. ഏത് അറബികളെ കുറിച്ച് അവൻ ഈ പറയണത്? എവിടെ അറബികളെ കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ റസൂലുള്ളാഹിനെ ആദ്യം സ്വീകരിച്ചതും അറബികളാണ്. ഇന്നും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് അറബികൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. എന്നിട്ട് അവൻ പറയണേ, ഇമാം മഹദി വരുമ്പോൾ ആ മഹദിയുടെ പിൻഗാമികൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ കോടിക്കണക്കിനായ ഹിന്ദുക്കളായിരിക്കും. എന്തുകൊണ്ട്?
ഹിന്ദുക്കളുടെ മനസ്സിന് BJP ആണെങ്കിലും അത് ശുദ്ധമാണ്, മലിനമാകാത്ത മനസ്സാണ്. മുസ്ലിങ്ങളുടെ മനസ്സോ ഫുള്ള് മലിനാണ്. ഇതിങ്ങനെ പറയുമ്പോൾ കണ്ണും തുറപ്പിച്ച് അനങ്ങാതിരിക്കുണ്ടല്ലോ 10 മുമ്പിൽ. അതാരായിരിക്കണത്? വാസുക്കുട്ടിയും രാമൻകുട്ടിയും ശങ്കരൻകുട്ടിയും ബാലനും രാജനും ഗോവിന്ദനും അല്ലല്ല ഇരിക്കണത്. എല്ലാത്തിനും പേര് മുസ്ലിങ്ങളെ പേരല്ലേ. അവരെ മുന്നിലിരുത്തി കണ്ടായി പറയണത് മുസ്ലിങ്ങളുടെ മനസ്സ് മലിനമാക്കപ്പെട്ട മനസ്സാണ്, അതുകൊണ്ട് നിങ്ങളാരും മഹദിന്റെ കൂടെ ഉണ്ടാവൂല. എന്നാ പിന്നെ എനിക്ക് ചങ്ങായെ ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളൊക്കെ ഒഴിച്ചുവിട്ടിക്കാണ്ട് അവിടുന്ന് പറഞ്ഞൂടെ? ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന് പേരിട്ടിട്ട് ഈ സാധുക്കളായ അന്തം കമ്മികളായ പൊട്ടന്മാരായ, അവന്റെ ഭാഷയാണിത്, ഈ പൊട്ടന്മാരായ ഈ കൗമനെ മുന്നിൽ വിളിച്ചുകൂട്ടിയിട്ട് പറയണേ നിങ്ങളൊക്കെ മലിനമാക്കപ്പെട്ട മനസ്സിന്റെ ഉടമകളാണ്, നിങ്ങളാരും മഹദിന്റെ പിന്നാലെ ഉണ്ടാവില്ല. ഇത് തുടക്കാണ്. ഇത് 2-3 വർഷം മുമ്പ് പ്രസംഗിച്ചത് അവന്. മനസ്സിലായോ? ഇതിങ്ങനെ സർവമത സത്യവാദത്തിലേക്കുള്ള ഇവിടുത്തെ സംഖ്യകളെ പ്രീണിപ്പിക്കാനുള്ള നടപടിക്രമത്തിന്റെ ആദ്യ ഭാഗങ്ങളാണ് ഇതൊക്കെ. അവിടെ നിർത്തിയവനില്ല. ഇപ്പൊ അവൻ ഈ അവസാനം ഈ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 ഇതേ ഈ മുസ്ലിങ്ങളായ മുസ്ലിം നാമധാരികളായ അനുയായികളെ അന്തം കമ്മികൾ എന്ന് അവൻ പറയുന്ന, പൊട്ടന്മാര് എന്ന് അവൻ പറയുന്ന അവന്റെ അനുയായികളെ വിളിച്ചുവിട്ടിട്ട് പ്രസംഗിച്ച വിഷയത്തിന്റെ പേരെന്താണെന്നറിയോ? ലോകാവസാനം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അല്ല, ഹൈന്ദവ ഗ്രന്ഥങ്ങളിലുള്ള, വേദങ്ങളിലുള്ള, പുരാണങ്ങളിലുള്ള ഓരോ ശ്ലോകങ്ങളും കീറിമുറിച്ച് അവൻ വിശദീകരിക്കുകയാണ്. ആരെ മുമ്പിലിരുത്തിയിട്ട്? മുസ്ലിം നാമധാരികളായ ആളുകളെ മുമ്പിലിരുത്തിയിട്ട്. കേട്ടോളി അവൻ പറയണത്. തള്ളിക്കളയാൻ പാടില്ലാത്തൊരു ജനതയാണ് ഹൈന്ദവ സമൂഹം. അവർ തള്ളിക്കളയാൻ പാടില്ല. തപ്പി നോക്കിയപ്പോൾ 1 ദിവസം 2 ദിവസം 10 ദിവസം പറഞ്ഞാലും തീരാത്തത്ര ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പലതും ഭാഗവതത്തിൽ, അതേപോലെ തന്നെ എൻ്റെ മഹാഭാരതത്തിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അതിന് സമാനം അത്ഭുതകരമായ വാർത്തകൾ. അത്ഭുതകരം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വാർത്തകൾ. ഇതിലെ ഓരോ വരിയെയും നമുക്ക് അതിൽ കൊണ്ടും ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പൊ ഓനങ്ങനെ ഇരുന്ന് തപ്പി നോക്കി, രാവും പകലും തപ്പി നോക്കന്നെ. ശൈത്താന്റെ സഹായം ഉണ്ടാവില്ല ഇവന്. തപ്പി നോക്കിയപ്പോ തള്ളിക്കളയാൻ പാടില്ലാത്ത ഒരു ജനതയാണ് ഹൈന്ദവ സമൂഹം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടോട്ടെ, അത് ഓന്റെ ബോധ്യം. അങ്ങനെ പല ബോധ്യങ്ങളും പലർക്കും ഉണ്ടാവുമല്ലോ. അതൊക്കെ ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധ റമളാനിൽ ബാക്കിൽ റമളാൻ പ്രഭാഷണം എന്ന ഫ്ലക്സും വെച്ചിട്ട് അവൻ ചിലക്കുകയാണ്. അങ്ങനെ തപ്പി നോക്കിയപ്പോൾ എന്ത് കണ്ടു? ലോകാവസാനത്തെക്കുറിച്ചുള്ള പല അടയാളങ്ങളും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ഓൻ കണ്ടു എന്നായി പറയണത്. ഉണ്ടായിക്കോട്ടെ ചങ്ങായി, അത് മുസ്ലിങ്ങളെ വിളിച്ചൂട്ടിക്കാണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം എന്താണ്? ലോകാവസാനത്തിനെ കുറിച്ച് ഖുർആനിലോ ഹദീസുകളിലോ ഒന്നുമില്ലേ? അതിൽ മുസ്ലിങ്ങൾ സംതൃപ്തരല്ലേ? എന്നിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അവന്റെ അനുയായികള്. ലോകാവസാനത്തെ കുറിച്ച് ഖുർആനിലോ ഹദീസിലൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പോരാ, നമ്മളൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. കുറച്ചും കൂടി നല്ല വാചകങ്ങളൊക്കെ എവിടെയും കിട്ടുമെന്ന് പിന്നോട് ഒന്ന് പരാതി പറഞ്ഞപ്പോൾ ഇപ്പം തപ്പി നോക്കിയതാ. അപ്പൊ അങ്ങനെ തപ്പി നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല കൗമങ്ങൾ ബേജാറാണ്ട, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലൊക്കെ ലോകാവസാനത്തെ കുറിച്ചുണ്ട്. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഓരോ വരിയും വ്യാഖ്യാനിക്കാൻ പോവാണ് ഞാന്. ഈ പരിശുദ്ധ റമളാൻ മാസത്തില് ഓരോ വരിയും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഓൻ വ്യാഖ്യാനിക്കാൻ പോവാണ് സഹോദരങ്ങളെ. അങ്ങനെ വ്യാഖ്യാനിച്ച് തപ്പി നോക്കിയപ്പോ ഓൻക്കൊരു വലിയൊരു സംഭവം ബോധ്യപ്പെട്ടു. എന്താണ് ആ സംഭവം? ഓൻ തന്നെ പറയട്ടെ. ഹൈന്ദവ സമൂഹത്തിൽ വലിയ ശതമാനം യുക്തിവാദികളാണ്, നിരീശ്വരവാദികളാണ്. അന്നൊരു പ്രശ്നം തന്നെയല്ല. ഹിന്ദുത്വം ഒരു മതമല്ല എന്ന് പറയുന്ന ഒരു വരെ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ അധികമാണ്. ഹിന്ദുത്വ സംസ്കാരം മതമേ അല്ല. മതമല്ലെങ്കിൽ എങ്ങനെ ചെങ്ങ ഇതൊക്കെ ഉണ്ടാവുക? ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഹിന്ദുത്വം സംസ്കാരമല്ല, ഹിന്ദുത്വം എന്തെന്നെയാണ്? ഒരു മതമാണ്. ഏതോ പ്രവാചകന്മാർ അതിന്റെ പിന്നിലുണ്ട്. അപ്പോ ഹിന്ദുത്വം ഒരു മതമല്ല, അതൊരു സംസ്കാരമാണ് എന്ന് പറയുന്ന ആൾക്കാർ ഹിന്ദുക്കളെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഹിന്ദുത്വം ഒരു മതമല്ലെങ്കിൽ എവിടുന്നേ ചങ്ങായി ഈ സത്യങ്ങളൊക്കെ അതിൽ വന്നു? അതൊരു മതം തന്നെയാണ്, അതിന്റെ പിന്നിൽ ഏതോ വലിയ പ്രവാചകന്മാരുണ്ട്. ഓൻകൂടെ മനസ്സിലായി ഒക്കെ ഓന്റെ ഊഹങ്ങള്. ഇന്ന് നിലവിൽ ഭാരതത്തിലുള്ള ഹിന്ദുത്വം, അതാണല്ലോ അവിടെ ചർച്ച, അതൊരു മതമാണെന്നും അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഉണ്ട് എന്നതും ഇവന് എവിടുന്ന് കിട്ടി? അതൊക്കെ ഇവന്റെ ഗവേഷണങ്ങൾ, ഇവന്റെ മണ്ടങ്ങനെ ഉപയോഗിച്ച് പുകച്ചിട്ട് ഇവ രാവും പകലും ശൈത്താന്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഗവേഷണങ്ങളിൽ നിന്നും ബോധ്യപ്പെട്ടു വരുന്ന സംഗതികളാണ് ഇതൊക്കെ. ഹിന്ദുത്വം ഒരു മതമല്ല, അതൊരു സംസ്കാരമാണ് എന്ന് പറഞ്ഞ ആളുകളാരാ? ഈ ഇന്ത്യ രാജ്യത്തുള്ള അറിയപ്പെട്ട പഴയ കാലത്തും ഇപ്പോഴുമുള്ള പല ചരിത്രകാരന്മാരും പല സ്വാമിമാരും പല ആളുകളും അത് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വം എന്നതൊരു മതമല്ല, അതൊരു സംസ്കാരമാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച ചരിത്രകാരന്മാർ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുമതത്തിലെ മുൻഗാമികളായ അറിയപ്പെട്ട നവോത്ഥാന നായകർ എന്ന് അവർ പറയുന്ന ആളുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരിത് പറയുന്നത്. ഹിന്ദുത്വം ഒരു മതമല്ല, അതൊരു സംസ്കാരമാണ്. കേട്ടോളി. 1925 RSS രൂപീകരിച്ചതിൻ്റെ 12ാമത്തെ ദിവസം
സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ കേരള കൗമുദിയുടെ മഹാനായ പത്രാധിപർ CV കുഞ്ഞിരാമനോട് പറഞ്ഞു, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഗുരുസ്വാമികൾ ഹിന്ദു മതത്തെ ഒരു മതമായി അംഗീകരിക്കാതിരുന്നത്? ഹിന്ദു മതത്തെ ഒരു മതമായി അംഗീകരിച്ചാൽ അതിനകത്തെ ജാതി വ്യവസ്ഥയെ കൂടി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അതിനെ ഒരു മതരൂപമായി ഗുരു അംഗീകരിക്കാതിരുന്നത്. കേട്ടില്ല സഹോദരങ്ങളെ, ഇതാരാണ്? ഇത് ഈ മൂത്തേടം കാസിമിനെ പോലെ ഹിന്ദുമതത്തിന്റെ അവിടെ ഇവിടെ ഇങ്ങനെ തൊട്ട് നടച്ചിങ്ങനെ കടിച്ചു നോക്കിയിട്ട് നക്കി നോക്കിയിട്ട് ഛർദ്ദിക്കണ ആളല്ല. ഇത് ചരിത്രം കലക്കി കുടിച്ച ചരിത്രകാരനായ ഡോക്ടർ TS ശ്യാംകുമാർ എന്ന് പറഞ്ഞ ആളാ. ഹിന്ദുമതത്തെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ആഴത്തിൽ അവഗാഹമുള്ള ഒരാളാണ്. സംസ്കൃതം പഠിച്ച ആളാണ്. കേരളത്തിൽ അറിയപ്പെട്ട ചരിത്രകാരനാണ്. ഇദ്ദേഹം പറയുന്നത് എന്താണ്? നാരായണ ഗുരുവിന്റെ വാചകം കോട്ട് ചെയ്തിട്ട് പറയാണ്, ഹിന്ദുത്വം ഒരു മതമല്ലല്ലോ, അങ്ങനെ ഒരു മതമില്ലല്ലോ എന്ന് നാരായണ ഗുരു പറഞ്ഞു എന്നായി പറയണത്. അതെന്താ നാരായണ ഗുരു പറയാൻ കാരണം? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് വരുന്നുണ്ട്, പല ക്ലിപ്പുകളും വരും. അപ്പൊ ഇതൊക്കെ ഇവിടെ നിലനിൽക്കെ ഹിന്ദുമതത്തെക്കുറിച്ചും ഇതിന്റെ പുരാണങ്ങളെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച ആളുകൾ ഇങ്ങനെ വിലയിരുത്തുമ്പോ ഇതിന്റെ തെല്ലും വക്കും കടിച്ചിട്ട് ഇങ്ങനെ നൊട്ടി അണിഞ്ഞിട്ട് പോകാൻ പറയണേ, ഹിന്ദുമതം ഒരു മതമാണ്, അതിന്റെ പിന്നിൽ പ്രവാചകന്മാരുണ്ട്. എന്തിനാണിത് പറയണത്? ആരോടാണിത് പറയണത്? പരിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 മുസ്ലിങ്ങളായ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഇവനിത് പറയണമെങ്കിൽ, ഹിന്ദുമതത്തിന്റെ പോരിശ പറയണമെങ്കിൽ, അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു വിഷയം അവതരിപ്പിക്കണമെങ്കിൽ ഇവന്റെ ഉള്ളിൽ സർവമത സത്യവാദം എന്ന പിഴച്ച ആദർശമല്ലാതെ മറ്റെന്താണ് ഇത് പറയാൻ ഇവനെ പ്രേരിപ്പിച്ച ചേതോവികാരം? അതാണ് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം. കഴിഞ്ഞില്ല. ഓൻ പറയണത് ബൈബിളും ഗീതയും എല്ലാം ദൈവികമാണെന്നാണ്. കേട്ടോളി. ബൈബിളാണെങ്കിലും ഹൈന്ദവ വേദങ്ങളാണെങ്കിലും അതും എന്തുതന്നെയാണ്? ദൈവവചനങ്ങളാണ്. അത് എവിടുന്ന് വന്നു, ആർക്ക് കിട്ടിയ, ആരായിരുന്നു നബി, അതൊന്നും നമുക്കറിയില്ല. അത് നമുക്കറിയാൻ ആവശ്യമില്ല. അവിടേക്ക് മാന്തിയാൽ നമ്മൾ എത്തിക്കൊള്ളണമെന്നുമില്ല. ഞാൻ ആയുർവേദത്തിന്റെ അടിസ്ഥാനമായി ചരക മഹർഷിയെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. ചരക മഹർഷി എന്നാൽ സാഹിബുൽ കറാമത്താണ്, അല്ലെങ്കിൽ സാഹിബുൽ മുഅ്ജിസത്താണ്. ഒന്നിരിക്കൽ നബി, അല്ലെങ്കിൽ വലിയ ഉറപ്പ്. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? അപ്പൊ ബൈബിൾ ആണെങ്കിലും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളാണെങ്കിലും അതെല്ലാം ദൈവിക വചനങ്ങളാണ്. അത് എവിടുന്ന് വന്നു, ആർക്ക് കിട്ടി, ആരായിരുന്നു അതിന്റെ നബി, അതൊന്നും നമുക്കറിയണ്ട, നമുക്കറിയില്ല, അറിയേണ്ട കാര്യമില്ല. അതുപോലെ വിശ്വാസം, ആദർശം എല്ലാം അങ്ങനെ തന്നെയുള്ളൂ. ആ മഹാൻ പറഞ്ഞിരിക്കുന്നു, മറ്റേ ഹോജ പറഞ്ഞിരിക്കുന്നു, ഈ ഹോജ കേട്ടിരിക്കുന്നു, മറ്റേ ഷെയ്ഖുന അത് അങ്ങനെ അറിഞ്ഞിരിക്കുന്നു, ആ ഷെയ്ഖുനിൽ നിന്ന് നമ്മുടെ ഉസ്താദ് ഇങ്ങനെ കേട്ടിരിക്കുന്നു, നമ്മളതിങ്ങനെ മൂളിക്കേട്ടിരിക്കുന്നു. ഇത്രയുള്ള പോലെ എല്ലാ ആദർശവും ഇവർ ഈ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ കുറെ കാലങ്ങളായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കറാമത്തുകളുടെ പേരിൽ, വിലായത്തിന്റെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പല സൂഫി കിതാബുകളും പല മാലമൗലിദ് കിതാബുകളും അവസ്ഥ തന്നെയാണ്. മറ്റേ മഹാനവർകൾ പറഞ്ഞിരിക്കുന്നു, ഈ മഹാനവർകൾ കേട്ടിരിക്കുന്നു, അല്ലാതെ ഖുർആനും ഹദീസും നല്ല പോലെ പ്രമാണം. അപ്പൊ അതുപോലെ തന്നെ ഇതും എന്ത്, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളും ബൈബിളൊക്കെ ദൈവിക വചനം തന്നെയാണ്. അത് ആർക്ക് എവിടുന്ന് കിട്ടി, ആരോട് പറഞ്ഞു, അതൊന്നും നമുക്കറിയില്ല, അറിയേണ്ട കാര്യമില്ല. നമ്മളങ്ങനെ മുണുങ്ങിക്കൊണ്ട് നടക്കുക. ഇവിടെ പൊട്ടൻ കാസിമി ബൈബിൾ എന്ന ഗ്രന്ഥം അത് ദൈവിക വചനങ്ങളായി ഈസാ നബിക്ക് ഇറക്കിക്കൊടുത്ത അതേ ദൈവിക വചനങ്ങളായി ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്? മുമ്പ് പല നബിമാർക്കും ഇറക്കപ്പെട്ട പല വേദഗ്രന്ഥങ്ങളിലും കൈക്കടത്തലുകൾ സംഭവിച്ച് ആ നബിമാരുടെ അനുയായികൾ തൗഹീദിൽ നിന്നും ഷിർക്കിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോഴാണ് പുതിയ നബിമാരും പുതിയ വേദഗ്രന്ഥങ്ങളും ഇവിടെ ഇറക്കിയിട്ടുള്ളത്. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. പഴയ കാലത്ത് ഇറക്കിയ എല്ലാ വേദഗ്രന്ഥങ്ങളും അതൊക്കെ ദൈവിക വചനങ്ങളാണ്, അതൊക്കെ ഇവിടെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ എന്ത് പ്രസക്തിയുള്ളത്? പിന്നെന്താ പറഞ്ഞത്? ആയുർവേദത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ചരക മഹർഷി മൂപ്പര് ഒന്നുകിൽ നബിയാണ് അല്ലെങ്കിൽ വലിയാണ്, രണ്ടാൽ ഒന്നാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആരും ഇതിനോട് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. നമുക്കത് അറിയേണ്ട കാര്യമില്ല, നമ്മൾ തപ്പി വെക്കേണ്ട കാര്യമില്ല. ഞാനത് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രസംഗവും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. എന്തു പറഞ്ഞാലും തലാട്ടി കൊടുക്കാൻ കുറച്ച് കൗമുണ്ടാവും. ആ കൗമിനോടൊപ്പം പൊട്ടന്മാരെ 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 എന്ന് വിളിക്കണത്. എന്താ ഈ ചങ്ങായി പറയണത്? ചരക മഹർഷി വലിയാണത്രേ. ചരക മഹർഷിനും കൂടി വലിയാക്കാത്തൊരു കുറവെപ്പോഴുള്ളൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കൂട്ടത്തപ്പെട്ട ഈ ഔലിയാക്കൾ അറിയ ചെങ്ങൈമാരുണ്ടല്ലോ, ഓല ഉൽമോണ്ട് പൊറുതിമുട്ടിക്കാണ് കേരള മുസ്ലിം സമുദായം. അതിന്റെ അടിയിൽ കഴിഞ്ഞ് ചരക മഹർഷിനും കൂടി വലിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു കാര്യം ചെയ്യാനി, അടുത്ത റമദാൻ പരിപാടിക്ക് ചരക മഹർഷിയുടെ മധു കറാമത്തുകൾ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വെച്ചാളാ. എന്നിട്ട് ബാക്കിൽ ഇങ്ങനെ ഫ്ലെക്സിബിള് കുത്തുബുൽ ആലം, മുദബ്ബറുൽ ആലം, കുത്തുബുൽ അക്താബ്, മൗലാന ചരക മഹർഷി മധു പ്രഭാഷണം, എന്നിട്ട് ബ്രാക്കറ്റിൽ നാ അമ്മ, എന്നാ പിന്നെ മറ്റോൾക്ക് നമശിവായ എന്നും നിങ്ങൾക്ക് നവറുള്ളാവ് മറക്കാതൊന്നും വായിക്കാലോ. അല്ലാതെ എന്താ ചങ്ങായി എന്നോട് പറയാ? എടോ ചരക മഹർഷിന്റെ ചരിത്രം തപ്പ്.
എന്തൊക്കെയായിരുന്നു മൂപ്പരെ വിശ്വാസം? അതൊക്കെ അവിടെ തപ്പിയെ കിട്ടും. മൂപ്പര് പ്രവാചകനായിരുന്നു, നബിയായിരുന്നു. ഇനിയിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള നബിയാണോ ശേഷമുള്ള നബിയാണോ അതും കൂടി ഒന്ന് പറഞ്ഞ നാളാ. മുമ്പുള്ള നബിയാണെങ്കിൽ ഈസാ നബിൻ്റെയും റസൂലിൻ്റെയും ഇടയിലൊരു നബി ഉണ്ടായിരിക്കുമല്ലോ, അതായിരിക്കുമല്ലോ. അതോ ഈസാ നബിൻ്റെ മുമ്പായിരുന്നോ? ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷമാണെങ്കിൽ അവസാന നബി റസൂലാന്നുള്ള വാദം പൊളിഞ്ഞില്ലേ? ഏത് കാലത്ത് ഏത് സമൂഹത്തേക്ക് വന്ന നബിയായിരുന്നു ചരക മഹർഷി? ഇനി വലിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ അവരോധിക്കുക. കാരണം നിങ്ങൾ ഔലിയാക്കളായി കൊണ്ടിടക്കുന്ന എല്ലാ ചെങ്ങായിമാരും അവസ്ഥ അതൊക്കെ തന്നെ. ദീനുമായി, പരിശുദ്ധ ഇസ്ലാം ദീനുമായി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ വലിയകളായി തലയിലേക്ക് അവരോധിച്ചു കൊണ്ടിരിക്കുന്ന പല ആൾക്കാരും. അക്കൂട്ടത്തെ കൂടി നിങ്ങൾ ചരകമാർശനെയും കൂട്ടിക്കോളി, അത്രേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വലിയാണ് ചരകമഹർഷി എന്നുണ്ടെങ്കിൽ അത് തെളിയിക്ക്. ഇനി അങ്ങനെ വലിയുണ്ട്, അതിന് തപ്പി നടക്കേണ്ടയും താങ്ങി നടക്കേണ്ടയും കാര്യം എന്താണോ മുസ്ലിം സമുദായത്തിന്? അതിൽ വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെട്ടവരാണ് മുസ്ലിം സമുദായം. എന്തൊക്കെയാണ് ഈ ചെങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഓൻ പരിശുദ്ധ റമളാനിൽ ഈ മുസ്ലിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഓൻ പറയണെന്തറിയോ? ഹിന്ദുവും ക്രിസ്ത്യാനികളും പഠിക്കേണ്ടത് പരിശുദ്ധ ഖുർആനൊന്നല്ല, അവരുടെ വേദഗ്രന്ഥാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെയുള്ള എല്ലാ ജനങ്ങൾക്കും മാർഗദർശകമായ പരിശുദ്ധ ഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥാണെന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങളെ വേദം പഠിച്ചാൽ മതി എന്നാണ് അടുത്ത ഓന്റെ പടി. കേട്ടോളി. നേരത്തെ നമ്മൾ മാർക്കണ്ഡേയ പുരാണത്തിലെ ലോകാവസാനത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ പ്രഭാഷണം നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അത് കണ്ടു. എനിക്കതാ ഉദ്ദേശമുള്ളത്. എന്തുകൊണ്ട് പൊതുവെ വേദം പഠിക്കുന്നതിൽ നിന്ന് വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു ജനതയാണ് ഇപ്പോൾ ആര്? ഹൈന്ദവ സമൂഹം. അവരുടെ വേദം പഠിക്കണം. അവർക്ക് കണ്ണിന്റെ മുന്നിൽ കാണാൻ കഴിയും. അവർ ഖുർആനല്ല പഠിക്കേണ്ടത്. അവർ പഠിക്കേണ്ടത് ആദ്യം എന്താണ്? പിന്നെ അവർ എന്ത് പഠിക്കട്ടെ, പിന്നെ അവർ ഖുർആൻ പഠിച്ചാലും വേണ്ടിച്ചാലും വേണ്ടില്ല, അവരുടെ വേദം പഠിക്കണം. ഹിന്ദുവിന്റെ വേദമല്ലേ പഠിക്കേണ്ടത്? ക്രിസ്ത്യാനി പറയാം അതാണ് പഠിക്കേണ്ടത്. ക്രിസ്ത്യാനി പഠിക്കേണ്ടത് ക്രിസ്ത്യാനിയുടെ വേദമാണ്. ഹിന്ദു അതിൽ മോറൽ സൈഡ് ഒന്നാണ്. ഹിന്ദു പഠിക്കേണ്ടത് ഹിന്ദുവിന്റെ വേദമാണ്, അവിടെ മോറൽ സൈഡ് ഒന്നാണ്. മുസ്ലിം പഠിക്കേണ്ടത് മുസ്ലിം വേദമാണ്, അപ്പൊ അവിടെ മോറൽ സൈഡ് ഒന്നാണ്. ഇതാണ് ഇവന്റെ ആഹ്വാനം. എന്താണ്? ഹിന്ദുവും ക്രിസ്ത്യാനിക്ക് അവരെ വേദം പഠിക്കട്ടെ. അതിനാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഈ റഹ്മത്തുള്ള സാമി, കാസിമി എന്നല്ല അവനെ വിളിക്കേണ്ടി, സാമി അങ്ങനെ മതി. കാരണം കാസിമി എന്ന് ഇവനെ വിളിക്കണിൽ ഇവിടുത്തെ പല കാസിമുകൾക്കും എതിർപ്പുണ്ട്, അതാണ് ഇരിക്കട്ടെ. അപ്പൊ ഈ മൂത്തയാടൻ സ്വാമി ഉണ്ടല്ലോ, ഇവൻ പറയാണ് ഹിന്ദുക്കൾ അവരെ വേദം പഠിക്കട്ടെ. എന്നിട്ട് സ്വാമിയുണ്ട് ഖുർആൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പഠിച്ചാലും വേണ്ടില്ല, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ പരിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും മാർഗദർശനമായി ഇറക്കപ്പെട്ട ഗ്രന്ഥാണ്. ഇവൻ ആരോടാണ് ഈ പറയണത്? ഇവിടെ ത്രിമൂർത്തികൾ എന്ന ദൈവസങ്കല്പത്തിലും 33 കോടി ദേവകളിലും വിശ്വസിക്കുന്ന ആളുകളോടാണ് ഈ വേദം പഠിക്കാൻ പോലും പറയണത്. എന്നിട്ട് പറയാം അതിന്റെ മോറൽ സൈഡ് എന്തായാലും മൊറാലിറ്റി ഒക്കെ ഒന്നാണെന്ന് ഇവന്റെ പ്രസംഗത്തിന് പറയുന്നുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളും മൊറാലിറ്റി എല്ലാം ഒന്നാണ്. എല്ലാവരും അധർമ്മത്തിനെതിരാണ്, തിന്മക്കെതിരാണ്, കൊള്ളക്കെതിരാണ്, കൊള്ളിവെപ്പിനെതിരാണ്, പൂത്തിവെപ്പിനെതിരാണ്, അന്യ സ്ത്രീ സംസർഗത്തിനെതിരാണ്, വ്യഭിചാരത്തിനെതിരാണ്, മദ്യപാനത്തിനെതിരാണ്, കുറെ എല്ലാ തിന്മകൾക്കും എതിരാണ്. പിന്നെ വിശ്വാസം, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതും പറയുന്നുണ്ട് വിശ്വാസം എന്തായാലും അത് പരസ്പരം എന്തെങ്കിലുംക്കോട്ടെ, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. ആ ആയത്തിറങ്ങിയത് ദിനാന്നപ്പന്റെ വിചാരം, ഈ സർവ്വമത സത്യവാദത്തിനാന്നപ്പന്റെ വിചാരം. അപ്പൊ മൊറാലിറ്റി എല്ലാവർക്കും ഒന്ന് തന്നെ. വിശ്വാസം എന്തായാലും കുഴപ്പമില്ല. ഹിന്ദു അവന്റെ വേദം പഠിക്കട്ടെ. ഹിന്ദുവിനെ അവന്റെ വേദം പഠിപ്പിക്കാൻ പെടുത്ത ഹൈന്ദവ സന്യാസിമാരുണ്ടാവോടോ, ഹൈന്ദവ പണ്ഡിതന്മാരുണ്ടാവോ? ഇജ്ജ് പഠിപ്പിച്ചെടുക്കണ്ടെന്ന്. ഇജ്ജ് എന്തിനാ ആഹ്വാനം ചെയ്യേണ്ടത്? അലിജൊരു കാര്യം ചെയ്യേ, ആയിരക്കണക്കിന് ഹിന്ദുക്കളെ വിളിച്ചു കൂട്ടിയിട്ട് വല്ല ക്ഷേത്രത്തിൽ പോയി പ്രസംഗിച്ചിട്ട് പറഞ്ഞോ, ഇത് ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന് പേരിട്ട് സ്ഥാപനത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ബാക്കിൽ റമളാൻ പ്രഭാഷണം എന്ന് പേര് വെച്ചുകൊണ്ട് ഇത് മുസ്ലിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറയേണ്ട വിഷയമല്ല. ഇതെന്റെ പേര് ഉസ്താദ് റഹ്മത്തുള്ള കാസിമി എന്ന് പേര് മാറ്റിയിട്ട് ഇതെന്താ മഹർഷി റഹ്മത്തുള്ള സ്വാമി എന്നിട്ടാള, നമുക്ക് വിരോധമില്ലല്ലോ. അപ്പൊ സഹോദരങ്ങളെ, ഇവൻ പറഞ്ഞു വരുന്നത് എല്ലാ വേദങ്ങളുടെയും സന്ദേശം ഒന്നാണ്, എല്ലാ വേദങ്ങളും ഒന്നാണെന്ന് അവൻ പറഞ്ഞു വരുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം പരിശുദ്ധ ഖുർആനിൽ തൗഹീദാണ് ഊട്ടിയുറപ്പിക്കുന്നത്. മുസ്ലിമിന്റെ ഏറ്റവും വലിയ ധാർമ്മികതയും നന്മയും തൗഹീദാണ്. അതുകൊണ്ട് മറ്റുള്ള വേദങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പൊ ഹൈന്ദവ വിശ്വാസപ്രകാരം എന്താണ് അവരുടെ ദൈവസങ്കല്പം? അവരുടെ ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളാണ്: ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. സൃഷ്ടിപ്പ് ബ്രഹ്മാവ്, സ്ഥിതി വിഷ്ണു, സംഹാരം ശിവൻ. പിന്നെ 33 കോടി ദേവകൾ. അതിനു പുറമെ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ പലതും അവരുടെ ആരാധനാപാത്രങ്ങളാണ്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ലാതെ അവരുടെ വിശ്വാസം. അത്തരം ആളുകളെ അവരുടെ വേദഗ്രന്ഥം പഠിപ്പിക്കാൻ അവരുടെ പണ്ഡിതന്മാരുണ്ടാവുമല്ലോ ഇവിടെ, ആ പണി അവരെടുത്തോട്ടെ. അതിന് എന്തിനാണ് ഖുർആൻ പ്രഭാഷകൻ എന്ന പേരിട്ടിട്ട് ഈ പണി എടുക്കുന്നത് നമുക്ക് ചോദിക്കാനുള്ളത്.
ഇനി സഹോദരങ്ങളെ, ഇവൻ പറയണ്ടല്ലോ വേദം പഠിക്കട്ടെ, വേദം പഠിക്കട്ടെ. എന്താണ് വേദം? ഇവിടെ വേദങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ച് പ്രഭാഷണം നടത്തുന്ന ചരിത്രകാരന്മാർ കേരളത്തിലുണ്ട്. അവരുടെ പല പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ തന്നെ പറയട്ടെ, എന്താണ് വേദം? ഈ വേദം കൊണ്ട് ഇന്ത്യൻ സമൂഹത്തിന് എന്ത് പ്രയോജനം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്ര അജായത. ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടായി, ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന മനുഷ്യരെ നാലായി തരംതിരിക്കുന്ന, മനുഷ്യ സമൂഹത്തെ നാലായി വിഭജിക്കുന്ന, ഈ ശ്രേണീകൃത അസമത്വം ഊട്ടിയുറപ്പിക്കുന്ന പുസ്തകമാണ് സരസ്വതി കൈപ്പിടിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തെ അഗ്നിക്കിരയാക്കാനാണ് ആര് പറഞ്ഞത്? ഡോക്ടർ B.R. അംബേദ്കർ ആഹ്വാനം ചെയ്തത്. ഈ വേദങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന സമത്വവും സ്വാതന്ത്ര്യം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ എഴുതപ്പെട്ട ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ധർമ്മശാസ്ത്രങ്ങളോ ഇന്ത്യയിലെ മനുഷ്യർക്ക് സമത്വമോ സ്വാതന്ത്ര്യമോ സാഹോദര്യമോ വാഗ്ദാനം ചെയ്യുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ബ്രാഹ്മണന്മാരും അല്ലാത്തവരും പ്രസാദം എറിഞ്ഞു കൊടുക്കുന്നത് അതൊരു മോഡസ് ഓപ്പറാൻഡിയാണ് എന്നാണ് വാദിക്കുന്നത്. ഇതിന്റെ പേരാണ് സുഹൃത്തെ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് ബ്രാഹ്മണ്യം. ആ മോഡസ് ഓപ്പറാൻഡിയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അതെല്ലാവരും കൊണ്ട് നടക്കുന്നു, എല്ലാവരും കൊണ്ട് നടക്കുന്നു. ആ പരിപാടി ഉപേക്ഷിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ എറിഞ്ഞു കൊടുക്കുന്ന പരിപാടി ഉപേക്ഷിക്കണം. എന്തുകൊണ്ടാണ് എറിഞ്ഞു കൊടുക്കേണ്ടി വരുന്നത്? എറിഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് എന്തിനാണ് എന്ന് തന്ത്രസമുച്ചയത്തിലും ഷേർസമുച്ചയത്തിലും പറയുന്നുണ്ട്. തന്ത്രസമുച്ചയത്തിൽ പറയും, ചണ്ടാലാദേഹ തേഷാം, അവർ പാപികളാണ്, അവര് ഗോപുരാത് അന്തപ്രവേശ, ഗോപുരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകും. തന്ത്രസമുച്ചയത്തിൽ പറയും, ക്ഷേത്രേ മൃദുർജനന അങ്കണ മണ്ഡപാദോ, ക്ഷേത്രത്തിൽ മൃതി നടക്കുക, മരണം നടക്കുക, അങ്കണത്തിലും മണ്ഡപത്തിലും അയിത്തജാതിക്കാർ പ്രവേശിക്കുക, ചണ്ടാലന്മാര് പ്രവേശിക്കുക, ഇതൊക്കെ തന്നെ ക്ഷേത്രത്തെ അശുദ്ധമാക്കുമെന്ന് തന്ത്രഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നു. 19-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥത്തിൽ രചിക്കപ്പെടുന്ന കുഴിക്കാട്ട് പച്ചയിൽ പറയുന്നത്, പുലയർ, പറയർ, ഈഴവർ, വാളൻ, വേളോൻ, കണിയാൻ, ചേകോൻ, അരയൻ മുതലായ 51-ലധികം ജാതികൾ കേരളത്തിലെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകുമെന്നാണ് തന്ത്രഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്താണ് അതിന് പരിഹാരം? പരിഹാരമുണ്ട്. വിപ്രഭാത പ്രകളിത സലിലൈഹി സേവ്യതേ പഞ്ചഗവ്യൈഹി. ബ്രാഹ്മണന്റെ കാല് കഴുകിയ വെള്ളം കുടിക്കണം, അത് ബിംബത്തിൽ തളിക്കണം, അപ്പൊ അശുദ്ധി നീങ്ങും. അപ്പൊ ബ്രാഹ്മണന്റെ ശരീരം മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ദിവ്യ ശരീരമാണെന്ന ബ്രാഹ്മണ്യ സങ്കല്പമാണ് മറ്റുള്ളവരെ തൊടായ്മ സൃഷ്ടിക്കുന്നത്. ഇതാണ് വേദമെന്ന് പറയുന്നത്. ഇവൻ ഉദ്ഘോഷിക്കുന്ന ഈ മൂത്തേടൻ സ്വാമി പൊട്ടിപ്പറയുന്ന പുകഴ്ത്തി പറയുന്ന വേദങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. ബ്രാഹ്മണ മേൽക്കോയ്മയാണ് എല്ലാ വേദങ്ങളിലുള്ളതെന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത്. അത് മനുഷ്യനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ബ്രാഹ്മണന്റെ കീഴിൽ മറ്റുള്ളവർ ജീവിക്കണം, മറ്റുള്ളവരെല്ലാം പിഴച്ച നീചജന്മങ്ങളാണ് എന്ന് ഉദ്ഘോഷിക്കുന്നതാണ് ഇവിടുത്തെ വേദങ്ങളെന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഏത് വേദമാണ് ഹിന്ദു സമൂഹത്തോട് പഠിക്കാൻ പറയണത്? മനസ്സിലായില്ല. ഇനി ആരാണ് ഈ ബ്രാഹ്മണ്യത്തിന്റെ ആളുകൾ? ആരാണ് ബ്രാഹ്മണർ? അവർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം? എന്തായിരുന്നു അവരുടെ രീതി? അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ തന്നെ പറയട്ടെ. ബ്രാഹ്മണർ എഴുതി ഉണ്ടാക്കിയത് മുഴുവൻ ആളുകളെ ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാ, യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാ. മിസ്യൂസ് അല്ല, യൂസ് ചെയ്യുന്നതിന് വേണ്ടി. ചാതുർവർണ്ണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ശ്രേണീകൃതമായി തരംതിരിച്ച് ചൂഷണാധിഷ്ഠിതമായി യൂസ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ബ്രാഹ്മണ്യത്തിന്റെ എക്കാലത്തെയും തന്ത്രം. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് സംഭവം. ഈ മൂത്തേടൻ സ്വാമി പൊക്കിപ്പറയുന്ന പല വേദങ്ങളും ബ്രാഹ്മണ്യ മേൽക്കോയ്മയെ ഉദ്ഘോഷിക്കുന്ന സാധനങ്ങളാണ്. ഇനി ആരാണ് ഈ ബ്രാഹ്മണര്? അവർ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളും എഴുതിണ്ടാക്കിയിട്ടുള്ളതെന്നാണ് അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയണത്. നമ്മളെ അഭിപ്രായമല്ല. ഇതൊക്കെ ആധികാരികമായി ഇവിടെ പ്രസംഗിച്ച, ആധികാരികമായ വേദിയിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളാണ്. മനുഷ്യനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ നാലായി തരംതിരിച്ച് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഇങ്ങനെ തരംതിരിച്ച് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടാക്കി അങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് അതിൽ നിന്നെല്ലാം മോചനം ലഭിച്ചത് ജനങ്ങൾക്ക്. മനസ്സിലായോ? കുറെ കാലം പിന്നിക്കൊന്നും പോകണ്ട, ഒരു അരനൂറ്റാണ്ട് പിന്നിക്ക് പോയാൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ തപ്പിയോ കിട്ടും, ഈ കേരളത്തിലടക്കം. ഇനിയിപ്പം പറയിരിക്കും മുത്തേണ സ്വാമി നമ്മൾ പറഞ്ഞ വേദമൊന്നുമല്ല, ഇതിങ്ങനെ ഋഗ്വേദം, അഥർവവേദം, യജുർവേദം, സാമവേദം, അങ്ങനെ നാലായി തരംതിരിച്ചിട്ടുണ്ട് വേദങ്ങൾ. അതിൽപ്പെട്ട വേദങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയണത്. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ട്, കേട്ടോളിയും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം 4 വേദങ്ങളുണ്ട് നമുക്ക്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ വേദങ്ങളുടെ പരിപാലനതയിലും ആ വേദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഭാവനകളും ആ വേദങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ പ്രത്യയശാസ്ത്രവുമാണ് ഇന്നും ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചാതുർവർണ്ണ്യം ശ്രേഷ്ഠമാണ് എന്ന്, ജാതി വ്യവസ്ഥ ശ്രേഷ്ഠമാണ് എന്ന്
ഇന്നും വാദിക്കുന്നത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃത ഊരു തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്രജായത. ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ മുഖത്തു നിന്നും ഉണ്ടായി, ശൂദ്രൻ പാദങ്ങളിൽ നിന്നും ഉണ്ടായി. ഇത് കേവലമായ ഒരു ജനനമല്ല. മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണൻ മനുഷ്യവംശത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനാണെന്നും കാൽപാദങ്ങളിൽ നിന്നുണ്ടായ ശൂദ്രൻ ഏറ്റവും അധമനാണെന്നും ഒരു 4 തരത്തിലുള്ള ജനന രീതി ഉണ്ട് എന്ന ഋഗ്വേദം പറഞ്ഞു വെക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് ബ്രാഹ്മണ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതി വ്യവസ്ഥകളാണ് ഈ പറയണത്. ഇത് ഈ മുത്തയ്യട സ്വാമി അടക്കം പൊക്കി പറയുന്ന ഋഗ്വേദത്തിലാണ് ഈ വായിക്കണത്. ഇത് അതിനെക്കുറിച്ച് പഠിച്ച ആളുകളാണ് ഈ പറയണത്. അപ്പൊ ഈ വേദങ്ങൾ പഠിക്കാനാണ് ഈ മൂത്തയേടൻ സ്വാമി റമദാൻ മാസത്തിൽ പരിശുദ്ധ അവസാനത്തെ 10 മുസ്ലിം നാമധാരികളായ തൊപ്പിൻ തലീകെട്ടകളുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ജനങ്ങളെ ഉദ്ഘോഷിക്കുന്നത്. ഹിന്ദുക്കൾ വേദം പഠിക്കട്ടെ എന്നാ പറയണത്. സഹോദരങ്ങളെ, ഇതാണ് ഇവന്റെ ഒരു ലൈന്, സർവമത സത്യവാദം. അതിന് പല ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ സമീപഭാവി നമുക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. കണ്ടറിയാത്തവൻ കൊണ്ടറിയും. നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും മനസ്സിലാക്കാത്ത ആളുകളുണ്ടോ? ഇവന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നത് സമീപഭാവിയിൽ തന്നെ നിങ്ങളിപ്പോൾ കണ്ടറിഞ്ഞില്ലെങ്കിൽ സമീപഭാവിയിൽ നിങ്ങൾ കൊണ്ടറിയും. ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം നമുക്ക്. ഇനി കഴിഞ്ഞില്ല. ഇപ്പൊ ഇവന്റെ വേദങ്ങളെക്കുറിച്ചും ഹൈന്ദവ പുരാണങ്ങളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ചും എല്ലാം ഈ കൗമിന് മുന്നിലെത്തിയും പ്രസംഗിച്ചല്ലോ. ഇനി ഇവനക്ക് വേറെ ലൈനിക്ക് പോകണേ. എന്താണ്? ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ആരാധനാലയങ്ങളെക്കുറിച്ചുള്ള ഇവന്റെ ഒരു കമ്പാരിസൺ. ആ കമ്പാരിസൺ നടത്തുമ്പോൾ ക്രിസ്ത്യൻ പള്ളികളുടെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ പൗരാണികതയെക്കുറിച്ചും ആ പൗരാണികതയിൽ തന്നെ അത് നിലനിന്ന് പോകുന്നതിനെക്കുറിച്ചും, എന്നാൽ പരിശുദ്ധ ഹറമുണ്ടല്ലോ, ആ ഹറമിൻ്റെ ആ ഒരു ശരിയില്ലായ്മയെക്കുറിച്ചുമാണ് ഇപ്പം ജനങ്ങളെ അടുത്തതായിട്ട് ഉത്ബോധിപ്പിക്കാൻ പോണത്. കേട്ടോളി. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചർച്ച്. അതിൽ 500 കൊല്ലമായിട്ട് ഒരു കല്ല് മാറ്റിയിട്ടില്ല. അതേസമയത്ത് മക്കയിലെ ഹറം എത്ര വട്ടം മാറ്റി? എന്തിനാണ് മാറ്റുന്നത്? സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഒരു വർഷം എത്ര കോടി ജനങ്ങളാണ് വരിക? നമ്മൾ അന്തംഗമ്മികളായി ജീവിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കോടിക്കണക്കിന് ജനങ്ങൾ വരുന്നതാണ് ഒരു വർഷത്തിൽ ശബരിമല. ആയിരക്കണക്കിന് കൊല്ലമായിട്ട് അതിനൊരു മാറ്റമില്ല. 5 കോടി 4 കോടി 5 കോടി ആളുകൾ ഒരു ദിവസം ഒരു വർഷത്തിൽ വരും തിരുപ്പതി ക്ഷേത്രത്തിൽ. ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന് തിരുപ്പതി ക്ഷേത്രമാണ്. ഒരു കല്ല് മാറ്റിയിട്ടില്ല. എന്താണ് ഈ ചെങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പൊട്ടൻ എന്ന് പറഞ്ഞ പെരുമ്പൊട്ടൻ. പിന്നെ ഞാൻ പൊട്ടെന്ന് വിളിക്കാൻ കാരണം എന്താണെന്നുള്ളത് ലാസ്റ്റ് ഇത് ഞാനായിട്ട് വിളിക്കല്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഇവനെക്കുറിച്ച് ഏറ്റവും അറിയുന്ന, ഇവന്റെ ഉള്ളും പുറവും ഒരുപോലെ അറിയുന്ന ഒരാള് ഇവനെക്കുറിച്ച് താനി പൊട്ടനാണ്, തീരെ അന്തല്ലാത്തവനെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഇടുക ക്ലിപ്പ്. അതുവരെ ഞാൻ പൊട്ടെന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് ഈ പൊട്ടൻ പറയണത്? സെന്റ് പീറ്റേഴ്സ് ബസലിക്ക, ക്രിസ്ത്യാനികളെ റോമിലെ ഏറ്റവും വലിയ പുരാതനമായ പള്ളി ഉണ്ടല്ലോ, ആ പള്ളിന്റെ മഹിമണ് പറയണത്. അത് ഉണ്ടാക്കിയതിന് ശേഷം കഴിഞ്ഞ 500 കൊല്ലമായിട്ട് അതിൽ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. എന്നിട്ട് പറയാണ് ഈ ഹറം എത്ര പ്രാവശ്യം മാറ്റി അതിൻ്റെ കോലം. നമ്മൾ എന്തിനാ അന്തം കമ്മിയാളായിട്ട് നടക്കണത്? പരിശുദ്ധ ഹറമിൻ്റെ രൂപം കോലം മാറ്റിയാണ് പോൻ്റെ ഏറ്റവും വലിയ ബേജാറ്. ഹറമിനെ ഇടിച്ചു താഴ്ത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ മറ്റു മതവിഭാഗത്തിൻ്റെ പുരാതന ആരാധനാലയങ്ങളൊന്നും പൗരാണികമായ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു കല്ല് മാറ്റം വരുത്തിയിട്ടില്ല. അതിന് തെളിവാണെന്ത്? സെന്റ് പീറ്റേഴ്സ് ബസലിക്ക കഴിഞ്ഞ 500 കൊല്ലമായിട്ട് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. പൊട്ട, ഇന്റർനാഷണൽ പൊട്ട, പെരുമ്പൊട്ട. ആ പള്ളിക്ക് 399 കൊല്ലത്തെ പൈക്കുള്ളൂ. അവരെൻ്റെ കണ്ട. പിന്നെ 500 കൊല്ലമായിട്ട് മാറ്റിയില്ല എന്ന് പറയാം. 1506 അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1626 ഏകദേശം 120 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ആ പള്ളിന്റെ പണി പൂർത്തിയാക്കിയത്. എന്നിട്ട് 1626 നവംബറിലാണ് ഈ പള്ളി ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുത്തത്. 399 കൊല്ലത്തെ പഴക്ക പള്ളിക്കുള്ള. എന്നിട്ട് അവൻ പറയുന്നത് 500 കൊല്ലമായിട്ട് യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. എങ്ങനെയുണ്ടോ അവന്റെ വിവരം? ഇവരെ പൊട്ടെന്ന് വിളിച്ചാൽ മതിയാ. മാത്രമല്ല, ഈ 399 കൊല്ലം കഴിഞ്ഞ ശേഷം മാറ്റിയില്ലേ, എത്രയോ മാറ്റങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ആ പള്ളിന്റെ വിശാലമായ മുറ്റം നിർമ്മിച്ചത്. പിന്നെ അതിന് പുറമെ അതിനുള്ള ഒരുപാട് അലങ്കാരങ്ങൾ മാറ്റി, ഒരുപാട് ശില്പങ്ങളും ചിത്രങ്ങളും പിന്നീട് അതിനുള്ളിൽ വന്നു. ആ പള്ളിയുടെ രൂപത്തിലും ഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഈ കഴിഞ്ഞ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ഇവന് എവിടുന്നാണ് ഈ വിവരം കിട്ടുന്നുണ്ട്? അപ്പൊ ഞാൻ വലിയ അറിവാളനാണ് എന്നിങ്ങനെ ജനങ്ങളെ മുന്നിലിരിക്കുന്ന പൊട്ടന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടി തട്ടി എങ്ങനെ വിടുകയാണ്. പിന്നെ പറഞ്ഞതാ തിരുപ്പതി ക്ഷേത്രം.
തിരുപ്പതി ക്ഷേത്രം ആയിരക്കണക്കിന് കൊല്ലങ്ങളായി ഇന്ന് വരെ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. അതിന്റെ ആ പൗരാണികമായ രീതിയിൽ എങ്ങനെയാണോ അതുണ്ടാക്കിയത് അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. കോടിക്കണക്കിന് ആളുകളാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ വരുന്നത്, ഇന്ന് വരെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. എന്തിനാ അത് പറയണത്? പരിശുദ്ധ ഹറമിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ, എല്ലാ കാലത്തും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അതിനെ കൊച്ചാക്കണം. അപ്പൊ അതിന് മറ്റിന്റെ പൗരാണികത എടുത്തു പറയണം, അതിനാണ് ഈ പറയണത്. എന്നാൽ എന്താ തിരുപ്പതി ക്ഷേത്രത്തിന്റെ അവസ്ഥ? തിരുപ്പതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത മാറ്റങ്ങൾ തിരുപ്പതി ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ആരാധനാലയങ്ങൾ മാറ്റൂലേ? അതിനിപ്പം ഇങ്ങനെ വലിയ സംഭവമായിട്ട് എടുത്തു പറയേണ്ട വല്ല കാര്യമുണ്ടോ? ചെങ്ങായി, ഒരു ആരാധനാലയത്തിന്റെ പള്ളിയാണെങ്കിലും എന്താണെങ്കിലും അതിന്റെ രൂപവും ഭാവമൊക്കെ കാലഘട്ടത്തിന് ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റം വരൂലേ? അതൊരു പുതുമുള്ള സംഗതിയാണോ? അല്ലെങ്കിൽ അതൊരു മോശമായിട്ട് പറയേണ്ട സംഗതിയാണോ? പഴയ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മസ്ജിദുകളും വീടുകളും ഈത്തപ്പനന്റെ ഓല ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലെയാണോ? അതിനെന്താണ് പ്രശ്നം? അതെത്ര മോശമായിട്ട് എനിക്ക് തോന്നാൻ കാരണം നമുക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ എൻ്റെ ഖുർആൻ സ്റ്റഡി സെന്റർ അതിൻ്റെ ബിൽഡിംഗ് ഒക്കെ പഴയ കാലത്തെ റസൂലുള്ളാഹിന്റെ കാലം മുതലുള്ള ആ കാലഘട്ടത്തിലുള്ള അതുപോലെ തന്നെയാണോ? അതിന് ഉണ്ടാക്കിയ ശേഷം മാറ്റം വരുത്തിയിട്ടില്ല, മാറ്റം വരുത്തൂല്ലേ? ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോ ബിൽഡിങ്ങിൻ്റെയും ആരാധനാലയത്തിൻ്റെയും രൂപങ്ങളൊക്കെ മാറൂലേ? സൗകര്യം, ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സൗകര്യങ്ങൾ കൂട്ടും, അത് സ്വാഭാവികമല്ലേ? അതും മനുഷ്യന്മാരുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയല്ലേ? ഒരു നൂറ്റാണ്ട് കാലം മുമ്പുള്ള മനുഷ്യന്റെ രൂപം, കോലും, വസ്ത്രധാരണമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എൻ്റെ വാപ്പാൻ്റെ വാപ്പ ലങ്കോട്ടി എടുത്തായിരിക്കും ചിലപ്പോൾ നടന്നുണ്ടാവുക, കോണം കെട്ടിയിട്ട്. അതുപോലെ പുജി നടക്കുമോ? എൻ്റെ വല്യാപ്പ ലങ്കോട്ടി കെട്ടിയിട്ടാണ് റോട്ടുമ്മ കൂടി നടന്നിരുന്നത്. ആ പഴമ മാറ്റാൻ ഞാൻ തയ്യാറല്ല, ഞാനും അങ്ങനെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഞങ്ങൾക്ക് പിരാന്താണോ ഒന്നും കൂടി ഉറപ്പിക്കും. ഇതൊക്കെയാണോ വലിയ ഗവേഷണം നടത്തിയിട്ട് വലിയ സംഭവമായിട്ട് വലിയ ആരോപണമായിട്ട് കൊണ്ടുവരുന്ന സംഗതിയാണ്. ഹറമിന്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ മാറ്റം വരുത്തി. പിന്നെ ശബരിമല മാറിയിട്ടില്ലേ? ശബരിമലയിൽ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്, പലതും മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര ഘടനയിൽ മാറ്റം വരുത്തി, ആ 18-ാം പടിയിൽ മാറ്റം വരുത്തി, ഒരുപാട് സംഗതികൾ ശബരിമലയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്വർണ്ണക്കൊടി മരത്തിൽ അതിന്റെ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിന്റെ ചുറ്റമ്പലത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരുപാട് സംഗതികൾ ശബരിമലയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആർക്കും അന്വേഷിച്ചാൽ മനസ്സിലാണ് സംഗതിയിലെ പൊട്ട കാസിമി. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഹറമിൽ ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്തോടാ എനിക്ക് പ്രശ്നം? എൻ്റെ ബാപ്പാന്റെ സ്ഥലത്ത് നിന്ന് 2 ഏക്കർ എടുത്തിട്ടില്ലല്ലോ ഹറമിൽ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വേറെ പ്രസംഗത്തിൽ എൻ്റെ ബാപ്പാക്ക് 5 ഏക്കർ പാടുണ്ട്. ആ പാടത്ത് നിന്ന് 2 ഏക്കർ മാന്തി കൊണ്ടുപോയിട്ടല്ലോ മൂത്തേടൻ സ്വാമി ഹറമി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്തത്ര നഷ്ടം? പരിശുദ്ധ ഹറമിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉംറക്കും ഹജ്ജിനും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവിടെ പല വികസനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് പറഞ്ഞിടത്തോണം അവിടെ ഹജറുൽ അസ്വദിൽ മാറ്റിയിട്ട് അവിടെ മാർബിളിന്റെ കല്ല് വേറെ കൊണ്ടുവച്ച മാതിരിയാണ്. അവിടെ അടിസ്ഥാനപരമായ അവിടുത്തെ ആരാധനകൾ വല്ല മാറ്റം വന്നിട്ടുണ്ടോ? ആചാരങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഉണ്ടോ? ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്നതനുസരിച്ച് തവാഫ് 7 വട്ടം ചെയ്യേണ്ട, 1 വട്ടം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ തവാഫിനുള്ള സൗകര്യങ്ങൾ കൂട്ടിക്കൊടുക്കും. 20 കൊല്ലം മുമ്പ് 5000 ആളുകൾക്ക് തവാഫ് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ 50,000 ആൾക്കാർക്ക് തവാഫ് ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ തവാഫിന്റെ എണ്ണം വെട്ടി ചുരുക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹജ്ജിന്റെ ഉംറയുടെയും വേറെ എന്തെങ്കിലും വല്ല കർമ്മങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? അതൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലേ പറയേണ്ട കാര്യമുള്ളൂ. ഇനിയിപ്പോ ഇങ്ങനെ പൊക്കി പറയണ്ടല്ലോ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക, തിരുപ്പതി ക്ഷേത്രം, ശബരിമല അവിടെ ഒന്നും യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല എന്ന്. അവിടെ ആചാരങ്ങളിലടക്കം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവന് എവിടുന്ന് അതൊക്കെ പഠിച്ചത്? ആചാരങ്ങളില്, ക്ഷേത്രങ്ങളുടെ രൂപത്തിലും കെട്ടിലും മറ്റിലും മാത്രമല്ല ശബരിമലയിലെ ആചാരങ്ങളിൽ പോലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇല്ലേ? അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയട്ടെ, കേട്ടോ. പിന്നെ ഈ ശബരിമലയുടെ ആചാരം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആചാരത്തിന് 50 കൊല്ലത്തെ ചരിത്രം അല്ലെങ്കിൽ 70 കൊല്ലത്തെ ചരിത്രമാണുള്ളത്, അല്ലാതെ ശബരിമലയിലെ അനന്തമായ ഒരു ആചാരമല്ല. 1. 2, ശബരിമലയിലെ ആചാരങ്ങൾ ബാക്കി മാറിയപ്പോൾ ഒന്നും ക്ഷോഭം തോന്നിയില്ലല്ലോ. ശബരിമലയിലെ ആചാരങ്ങൾ ആദ്യമായിട്ട് മാറുന്നു ഇപ്പോഴാണോ? മകരവിളക്കിനും മണ്ഡലക്കാലത്തും മാത്രം നട തുറന്നത് എല്ലാ 1-ാം തീയതി തുറക്കാൻ തീരുമാനിച്ചത് ആചാരലംഘനമല്ലേ? 1-ാം തീയതി എന്നുള്ളത് 1 ദിവസത്തിന് പകരം 5 ദിവസമാക്കാൻ തീരുമാനിച്ചപ്പോൾ ആചാരലംഘനം ഉണ്ടായില്ലല്ലോ. ശയനപ്രദക്ഷിണം ആൾ കൂടിയപ്പോൾ ഉരുളാൻ സ്ഥലമില്ലാണ്ടായപ്പോൾ നിർത്തലാക്കിയപ്പോൾ ഒരാചാരലംഘനവും തോന്നിയില്ലല്ലോ. കാണിക്കയിൽ വീഴുന്ന പണം എണ്ണാൻ വേണ്ടിയിട്ട് കൺവെയർ ബെൽറ്റ് ക്ഷേത്രത്തിൻ്റെ അടിയിൽ കൂടി സ്ഥാപിച്ച് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴും ആചാരലംഘനവും തോന്നിയില്ലല്ലോ. പടിപൂജ നിർത്തലാക്കിയപ്പോൾ ആചാരലംഘനം തോന്നിയില്ല. 18-ാം പടിയിൽ തേങ്ങ ഉടയ്ക്കുന്ന നിർത്തലാക്കിയല്ലോ, ആചാരലംഘനം ഉണ്ടായില്ലല്ലോ. എന്തെല്ലാം നടന്നു? 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് വേണം മലയ്ക്ക് പോകാൻ. അതാണല്ലോ ഇപ്പോൾ ഈ ബ്രഹ്മചര്യത്തിൻ്റെ ആർത്തവത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയണത്. 41 ദിവസം വ്രതം എടുത്ത്, ഞാൻ കുട്ടിക്കാലത്ത് ശബരിമലയിൽ 2 വട്ടം പോയതാണ്.
അന്നൊക്കെ ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ കറുത്ത വസ്ത്രം ധരിച്ച് താടിയെല്ലാം നീട്ടി വളർത്തി, മുടിയെല്ലാം നീട്ടി വളർത്തി, ഭക്താഗ്രേസരന്മാരായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ ഭക്തി തോന്നുന്ന മനുഷ്യരായി. ഇപ്പം അങ്ങനെ ഒരാളെ കണ്ടിട്ട് കാലം എത്രയായി ഇല്ലേ? അങ്ങനെ ഒരാളെ കണ്ടിട്ട് കാലം എത്രയായി? തലേന്ന് വൈകുന്നേരം മാലയിടും, നിറയ്ക്കും, അപ്പം തന്നെ പുറപ്പെടും, പിറ്റേന്ന് വൈകുന്നേരം തിരിച്ചെത്തും. ടൂറിസായില്ലേ? ഒരാചാര ലംഘനവും തോന്നുന്നില്ലല്ലോ. 41 ദിവസത്തെ മണ്ഡലവ്രതം അനുഷ്ഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത്, വിലക്കുള്ളത് എന്ന് പറയുന്നതിനേക്കാൾ കവിഞ്ഞ നുണയെന്താണ്? ഇന്ന് ശബരിമല സന്ദർശിക്കുന്ന ആളുകളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ, മുമ്പ് നിർദ്ദേശിക്കപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങളോടെ മലയിലെത്തുന്നവരായി 1% ആളെങ്കിലും ഉണ്ടാവുക. ഞാൻ 50% എന്നല്ല പറയണേ, 1% പേരെങ്കിലും 41 ദിവസത്തെ കഠിനവ്രതത്തിന് ശേഷം ദീക്ഷ വളർത്തി, താടി വളർത്തി, കറുപ്പെടുത്ത്, കാൽനടയായി സഞ്ചരിച്ച്, കല്ലും മുള്ളും കാലിക്കുമെത്തൈ എന്ന് വിളിച്ച് ആരാണ് അവിടെ എത്തിയിട്ടുള്ളത്? ആരാ എത്തുന്നത്? ഈ ആചാരമൊക്കെ പോയപ്പോൾ പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഗോത്രാചാരങ്ങളൊക്കെ തട്ടിയെടുത്തപ്പോഴും പ്രശ്നം ഉണ്ടായില്ല. മലയരന്മാരുടെ അവകാശങ്ങളായിരുന്ന ആചാരങ്ങളൊക്കെ പോയില്ലേ? തേനഭിഷേകം പോയി, നെയ്യഭിഷേകത്തിനുള്ള അവകാശം പോയി, ചീരമ്പാറ കുടുംബക്കാർക്ക് വെടിവഴിപാടിനുള്ള അവകാശം പോയി, മകരവിളക്ക് തെളിയിക്കാൻ മലമ്പണ്ടാരങ്ങൾക്കുണ്ടായിരുന്ന അവകാശം പോയി. ആ ആചാരമൊക്കെ പോയപ്പോഴും പ്രശ്നം ഉണ്ടായില്ല. മകരവിളക്ക് തെളിയിക്കൽ KSEB ഏറ്റെടുത്തു, ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. എനിക്ക് ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ട്, തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ട് 2 കൂട്ടരും കത്തിച്ചു. അങ്ങനെ 2 തവണ വിളക്ക് കഴിഞ്ഞു. ഭയങ്കരമായ ശക്തിയായിരുന്നു അക്കൊല്ലെന്നാണ് റേഡിയോ അനൗൺസ്മെന്റ്. ശക്തി കൂടിയെന്നാ, മാറി മാറി കത്തിച്ചതാ. എന്താണോ മൂത്തേടൻ സ്വാമി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിന്റെ രൂപത്തിലും ഭാവത്തിലൊന്നും യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളത്. ഇവിടെ ആചാരങ്ങളിലടക്കം വന്ന മാറ്റാണ് ഈ പറയണത്. പരിശുദ്ധ ഇസ്ലാമിൽ ഇന്നുവരെ ആചാരത്തിനൊരു മാറ്റം വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച വിശ്വാസങ്ങൾ എന്താണോ അതാണോ ഇന്നും മുസ്ലിമിന്റെ വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആചാരം എന്താണോ അതാണ് ഇന്നും ആചാരം. നിങ്ങൾ മാറ്റമുണ്ടാവും. ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഈ സമസ്തക്കാരായി കൗമുണ്ടല്ലോ, ഈ ഖുറാഫികൾ, ഇസ്ലാമിന്റെ പേരിൽ പുത്തൻ ആചാരങ്ങൾ ഓരോന്ന് ഓരോ കൊല്ലം, ഓരോ മാസവും, ഓരോ ആഴ്ചയിലും പ്രാദേശിക അടിസ്ഥാനത്തിലും മഹല്ലടിസ്ഥാനത്തിലും സംഘടനാ അടിസ്ഥാനത്തിലും നിങ്ങൾ പുതിയത് കൊണ്ടുവരുന്നുണ്ടാവും. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു ആചാരത്തിനും മാറ്റം വന്നിട്ടില്ല, ഒരു വിശ്വാസത്തിനും മാറ്റം വന്നിട്ടില്ല, ഒരു അനുഷ്ഠാനത്തിനും മാറ്റം വന്നിട്ടില്ല. എന്നാൽ ഇവൻ ഈ മൂത്തേടൻ കാസിം ഈ പൊക്കിപ്പറയുന്ന ഈ ശബരിമലയിലുള്ള ആചാരങ്ങൾ അടക്കം മാറി ചരിത്രമാണ് ഈ പറയണത്. ഇത് ആരായി പറയണത് അറിയോ? ചരിത്രം പഠിച്ച കേരളത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരന്മാര് പൊതുവേദിയിട്ട് പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗം ഇന്ന് യൂട്യൂബിൽ കിട്ടും. ഇതൊന്നും കാണാതെയും കേൾക്കാതെ ചരിത്രത്തിന്റെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും തെല്ലും വക്കും കടിച്ചിട്ട് ഇങ്ങനെ ചവച്ചരിച്ചിട്ട് അത് ഈ പൊട്ടന്മാരായ കൗമിന്റെ മുമ്പിലാണ് ഛർദിച്ചിട്ട് സ്വയം അറിവാളനായി ചമയുന്ന ഒരു പടുപൊട്ടൻ. ഇവൻ പാടുപൊട്ടൻ, അല്ലാതെ എന്താ അവനെ വിശേഷിപ്പിക്കേണ്ടി? സഹോദരങ്ങളെ, എന്തിനാണ് പതി പറയണമെന്നറിയോ? സർവമത സത്യവാദം അത് ഇവന്റെ മനസ്സിൽ ഈ ത്വരീക്കത്തിൽ വന്നതിന് ശേഷം, തീജാനി ത്വരീക്കത്തിൽ വന്നതിന് ശേഷം ഇവന്റെ മനസ്സിൽ ഇത് കയറിയിട്ടുണ്ട്. അവസാനം ഈ സൂഫിസത്തിന്റെ അവസാനം എത്തുക സർവമത സത്യവാദത്തിലേക്കാണെന്നുള്ളതിന് 1, 2, 3 അല്ല ചരിത്രത്തിൽ തെളിവുള്ളത്. ആ സർവമത സത്യവാദം മനസ്സിൽ ചേക്കേറി കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ള മതവിഭാഗങ്ങളുടെ വേദങ്ങളെ തലയിലേക്ക് നടക്കുന്ന സ്വഭാവം ഉണ്ടാവും. ഇതിനു മുമ്പും ഇന്ത്യ രാജ്യത്ത് ഈ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാ. ഈ അക്ബർ ചക്രവർത്തി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നല്ലോ, അയാളുടെ ഒരു ചരിത്രം ഈ ചരിത്രകാരന്മാരെന്നെ പറയട്ടെ. മഹാഭാരതം പോലെ 1,00,000-ലധികം ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥം അക്ബറുടെ കൊട്ടാരത്തില് പേർഷ്യൻ പണ്ഡിതന്മാരും ഹിന്ദി പണ്ഡിതന്മാരും ഒരുമിച്ചിരുന്ന്, സംസ്കൃത പണ്ഡിതന്മാർ ആദ്യം ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തി, ഹിന്ദിയിൽ നിന്ന് അത് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി, മഹാഭാരതത്തിന്റെ സമ്പൂർണമായ പരിഭാഷ അക്ബറുടെ കൊട്ടാരത്തിൽ ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല, അക്ബറുടെ കൊട്ടാരത്തിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി മഹാഭാരതം മാറിത്തീരുന്നു. ചക്രവർത്തിയും മതപണ്ഡിതന്മാരും തമ്മിലുള്ള തർക്കത്തിൽ, അതായത് മതാധികാരമാണ് പ്രധാനമെന്ന് ഉലമാക്കളും രാജാധികാരമാണ് ഒന്നാമത്തേത് പ്രധാനമെന്ന് രാജാവും വാദിക്കുമ്പോൾ, തൻ്റെ വാദത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി അക്ബർ കൊട്ടാരം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ പാരമ്പര്യം എന്ന നിലയിൽ ഉറപ്പിച്ചെടുക്കുന്നത് മഹാഭാരതത്തിലെ ശാന്തി പർവ്വ ഭാഗങ്ങളാണ്. സഹോദരങ്ങളെ, ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇതാണ് ബന്ധ്യം പ്രശ്നം, ഈ മൂത്തേടൻ സ്വാമിന്റെ പ്രശ്നം. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് അന്നത്തെ മതപണ്ഡിതന്മാർ ഉലമാക്കളും മൂപ്പരും തമ്മിലുണ്ടായ തർക്കത്തില് ഉലമാക്കളെ ഒതുക്കാൻ വേണ്ടി മൂപ്പര് കൊണ്ടുവന്നൊരു സംഗതിയാണ് എന്ത്? മഹാഭാരതത്തിനെ കൊട്ടാരത്തിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. കാരണം അക്ബർ ചക്രവർത്തി ആരായിരുന്നു? മതപണ്ഡിതന്മാരുടെ കീഴിൽ നിൽക്കാത്ത ദീനേ ഇലാഹി എന്നൊരു സ്വതന്ത്ര മതം ഉണ്ടാക്കിയ ഒരാളായിരുന്നു.
ഒരു കുഫ്രിയത്ത് ഉള്ളിൽ കൊണ്ടുവരുന്ന മനുഷ്യനായിരുന്നു. എന്താണ് എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങളെ ഇപ്പം പറഞ്ഞ് മൊറാലിറ്റി ഉണ്ടല്ലോ, അതിനെ മുറുകെ പിടിച്ച് കൂട്ടിയോജിപ്പിച്ച് എല്ലാം കൂടി കുത്തിക്കലക്കുണ്ടാക്കിയ ഒരു സാമ്പാർ മതം, അതായിരുന്നു ദീനെ ഇലാഹി. ആ ദീനെ ഇലാഹി ഉണ്ടാക്കിയ അക്ബർ ചക്രവർത്തി പണ്ഡിതന്മാർക്കെതിരെ കൊട്ടാരം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സാധനമാണ് മഹാഭാരതം. അതാണ് ഇവ ഇപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അക്ബർ ചക്രവർത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ കുഫർ എൻ്റെ മനസ്സിലും കയറിയിട്ടുണ്ട്. ദീനെ ഇലാഹി, എല്ലാ മതങ്ങളുടെയും നന്മകൾ ഉൾക്കൊള്ളുക, എന്നിട്ട് അതിനെ നമ്മൾ പരിപോഷിപ്പിച്ച് വിശ്വാസം നോക്കണ്ട, തൗഹീദും ശുർക്കൊക്കെ അതിൽ വൈക്കോട്ടെ, നമ്മളിങ്ങനെ മൊറാലിറ്റി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ സ്വഭാവം ഇവന്റെ മനസ്സിൽ കുടിയേറിയിട്ടുണ്ട്. അതൊരു കുഫ്രിയത്തിന്റെ ലക്ഷണമാണ്. അത് ത്വരീഖത്ത് മുഖേന, സൂഫിസം മുഖേന ഇവന്റെ മനസ്സിൽ ശൈത്താൻ ഇട്ടുകൊടുത്ത ഒരു കുഫറിന്റെ ചിന്താഗതിയാണിത്. ആ കുഫറിന്റെ ചിന്താഗതിയിൽ മുസ്ലിം സമൂഹമേ നിങ്ങൾ വീഴരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് തടയാനും തടയിടാനും സമസ്തന്റെ മണ്ഡ്യന്മാർക്ക് കഴിയില്ല. അവരെ പണി വേറെയാണ്. ഈ പ്രസംഗം ഇറങ്ങിയ മുതൽ സമസ്തയുടെ പല പണ്ഡിതന്മാരെയും ഞാൻ വിളിച്ചത് താക്കീത് ചെയ്തിട്ടുണ്ട്. അപകടമാണ്, അപകടമാണ്, അപകടമാണ്. അടുത്ത സമീപഭാവിയിൽ മുത്തയിടം കാസിമിയുടെ പ്രസംഗം കേട്ടാണ് ഞങ്ങൾ ഹിന്ദുമതത്തിൽ ആകർഷരായത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവും. സൂക്ഷിച്ചോ, ശ്രദ്ധിച്ചോ എന്ന് ഞാൻ ഇവരുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഇതിനൊന്നും നേരല്ല. അവരുടെ സലഫികളുടെ കണ്ണിലെ കരട് തപ്പി നടക്കുകയാണ്. സ്വന്തം പാളയത്തിലെ ആളുടെ കണ്ണിലെ കോല് കാണാൻ അവർക്ക് നേരല്ല. കണ്ടാലും അതിന് തടയിടാൻ അവർക്ക് കഴിയുകയുമില്ല. അതാണ് ഇവിടുത്തെ ദുരന്തം. സഹോദരങ്ങളെ, ആരുടെ മുന്നിലാണ് ഈ ശൈത്താൻ ഇത് പറയുന്നതെന്നറിയോ? തൗഹീദ് എന്താണെന്നറിയാത്ത, ശിർക്ക് എന്താണെന്നറിയാത്ത, ശിർക്കിന്റെ ഭീകരതയെക്കുറിച്ച്, അതിന്റെ കെടുതികളെക്കുറിച്ച്, തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിന്റെ നന്മയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ഒരു സാധാരണക്കാരായ ജാഹിലുകളായ ആളുകളുടെ മുമ്പിലാണ് ഇവന് ഈ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഇവൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? ശിർക്ക് എന്താണെന്നോ തൗഹീദ് എന്താണെന്നോ ഇവന്റെ മുമ്പിൽ നിൽക്കുന്ന കൗമിന് അറിയില്ല. എന്തിനാണ് ഇത് പറയണത്? ഇവനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം അവൻ തന്നെ പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യ ഉദ്ദേശ്യവും ഇനി ഒരു അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട്. അതൊരു മുസ്ലിം ഗ്രാമം ഉണ്ടാക്കലല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം വർഗീയതയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ പഴയ കാലത്ത് നിലനിന്നതുപോലെ നിലനിൽക്കുന്ന രൂപത്തിൽ കൃഷി അങ്ങോട്ടും കൊള്ളൽ കൊടുക്കൽ, ഓരോരുത്തരുടെ മതം അവരവർ സൂക്ഷിക്കുക, അവരവരുടെ ആരാധനാലയങ്ങൾ അവരവർ പണിയുക, അവരവരുടെ പാരമ്പര്യമനുസരിച്ച് മുന്നോട്ട് പോവുക, എല്ലാവരും സമാധാനത്തെ ആഗ്രഹിക്കുക. അങ്ങനെയൊക്കെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അത് കഴിയാത്ത കാര്യമൊന്നുമല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതാണ് അവന്റെ ഉദ്ദേശം. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചിട്ട് ഒരു പൊതു ഗ്രാമം ഉണ്ടാക്കുക. എന്നിട്ട് ആ ഗ്രാമത്തിൽ ഒരു ഹോജ രാജാവായിട്ട്, നരില്ലാത്ത കാട്ടിൽ കുറുക്കൻ നരി എന്ന് പറഞ്ഞ മാതിരി അവിടുത്തെ വലിയൊരു ഹോജായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഹോജായിട്ട് ഇങ്ങനെ വിലസുക. ഇത് മാത്രമാണ് ഇവന്റെ ഉദ്ദേശം. ആയിക്കോട്ടെ, ഇന്ത്യ രാജ്യത്ത് അതിനാർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമ്മൾ കുറ്റം പറയില്ല. പക്ഷേ ഇത് ഖുർആൻ പ്രഭാഷകൻ എന്ന പേരിൽ ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന സ്ഥാപനം ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളായ ആളുകൾ പരിശുദ്ധ റമദാനിൽ വിളിച്ചു കൂട്ടിയിട്ട് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളല്ല. അതിന് അതിൻ്റെതായ വേദികളും അതിൻ്റെതായ ആളുകളും അതിനെ അംഗീകരിക്കുന്ന ആളുകളും ഉണ്ടാവും. അവിടെ പോയി ഉണ്ടാക്കിക്കോട്ടെ, നമുക്ക് യാതൊരു വിരോധമില്ല. ഇന്ത്യ രാജ്യത്ത് ആർക്കും അതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെയും നേതാവായി വലസണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ പറ്റുള്ളൂ. അല്ല കറക്റ്റ് ഇസ്ലാമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകാരം കിട്ടുമല്ലോ. അതിനും വേണ്ടിയിട്ടാണ് ഇവൻ ഈ പണിയെടുക്കുന്നതാണ് ഇവൻ പറയണത്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിനൊരു ഇസ്സത്തുണ്ട്, അതിനൊരു മൂല്യമുണ്ട്, അതിന്റെ വിശ്വാസധാര മഹത്തരമാണ്. തൗഹീദാണ് ഇതിന്റെ നട്ടെല്ല്. അതിന്റെ ആരാധനകളും എല്ലാം മഹത്തരമാണ്. അത് സഹജീവികളോട് കാരുണ്യമുള്ള മതമാണ്. മറ്റുള്ള മതക്കാരനെ ആക്രമിക്കാനോ അവനോട് അനീതി ചെയ്യാനോ ആ മതം പറയുന്നില്ല. മുസ്ലിമായി ജീവിച്ചുകൊണ്ട് തന്നെ നീതിയിൽ അധിഷ്ഠിതമായി മറ്റുള്ളവരോട് അനീതിയും അക്രമവും ചെയ്യാതെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റിയ ഒരു വിശ്വാസധാരയും അതിന് പറ്റിയ ഒരു ആദർശവുമാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പൊ ഇസ്ലാമായി ജീവിച്ചു എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള മതക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഓനെ കൊല്ലാനും തല്ലാനും ഓനെ ഒറ്റപ്പെടുത്താനും ക്രൂശിക്കാനും ഓനോട് അനീതി ചെയ്യാനും അക്രമം ചെയ്യാനും പറയുന്ന മതമല്ല ഇസ്ലാം. ഇസ്ലാം പറയുന്നത് ഒരു അമുസ്ലിമാണെങ്കിലും അവനോട് അനീതി ചെയ്യാൻ പാടില്ല, അവനോട് ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണമെന്ന് തന്നെയാണ്. അങ്ങനെ ചെയ്യാനും അങ്ങനെ ജീവിക്കാനും പരിശുദ്ധ ഇസ്ലാം തടസ്സമേയല്ല. ഇവന്റെ വിചാരത്തൊക്കെ പാടെ കൂട്ടിക്കലക്കിയിട്ട് സാമ്പാറാക്കിയിട്ട് മുണിഞ്ഞാലേ ഇവിടെ എല്ലാവരും പ്രശംസയും എല്ലാവർക്കും ഒപ്പിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവന്റെ ധാരണ. ഈ മൂത്തയിടൻ സ്വാമിയോടും അവന്റെ മുന്നിൽ വായും പൊളിച്ചിരിക്കുന്ന അനുയായികളോടും പറയാനുള്ളത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമാണ്. അദ്ദേഹം പറയുന്നു, കുന്നാ അതല്ല ഉമ്മത്തിൻ, നമ്മൾ നിന്ദരായ ഒരു സമൂഹമായിരുന്നു. ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു നമുക്ക് ഇസ്ലാം കൊണ്ട് പ്രതാപം നൽകി. ഇസ്ലാം അല്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഇസ്സത്തിനെ പ്രതാപത്തിനെ തേടിയാൽ അതല്ലനല്ലാഹ്, അല്ലാഹു നമ്മെ നിന്ദിരാക്കുക തന്നെ ചെയ്യും. ഇതാണ് പറയാനുള്ളത്.
ഇസ്ലാം കൊണ്ട് നമ്മളെല്ലാവരും സന്തുഷ്ടരാണ്. ലോകാവസാനം വരെയുള്ള ഒരു മുസ്ലിമിന് ഇസ്സത്തോടെ ജീവിക്കാൻ ഇസ്ലാം മതി. അതിനപ്പുറം ഒരു പ്രതാപത്തെ ആരെങ്കിലും തേടിയാൽ അള്ളാഹു അവരെ നിന്ദിരാക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ എത്ര പറഞ്ഞാലും ഈ കൗമിനും ഈ പുരോഹിതന്മാർക്കും ഇത് തലയിൽ കയറൂല. കാരണം ശൈത്താനാണ് ഈ ത്വരീക്കത്തുകളെയും സൂഫികളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കിതൊക്കെ പറ്റുമായിരിക്കും. കാരണം ഇവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ഇസ്ലാമിനെ കുറിച്ചുള്ള വിശ്വാസം, പ്രമാണങ്ങളെ കുറിച്ചുള്ള വിശ്വാസമൊക്കെ വളരെ മോശമായ വിശ്വാസമാണ്. അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ അള്ളൊക്കെ ഉണ്ട്, ശരിയാണ്, നമ്മളെ സൃഷ്ടിച്ചതൊക്കെ അള്ള തന്നെയാണ്, അള്ളാന്റെ വാക്കത്തന്നെ നിന്നോട്ടെ, നമുക്ക് വേറെ റൂട്ട് എങ്ങനെ നോക്കുക. ഈ ഒരു ലൈനിലാണ് ഈ സൂഫികളും ത്വരീക്കത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഈ മൂത്തേട സ്വാമി ഉണ്ടല്ല, ഈ പൊട്ടൻ, ഈ ചങ്ങായിക്ക് തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം എന്താ? ഇവർ ഔലിയാക്കളെ കറാമത്ത് പറഞ്ഞ് അള്ളാഹുവിനെ ഒരു കേവലം പരിഹാസ കഥാപാത്രമാക്കി ഇവർ മാറ്റിയിട്ടുണ്ട്. ഇയാളെല്ലാം പറയണത് കേട്ടോളി. ഇപ്പൊ CM ഒരു വിമാനത്തിനെ നിയന്ത്രിച്ചല്ലേ, ഭൂലോകത്തെ വിമാനം മുഴുവനും CM നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാലും ഒരു തെറ്റില്ല, അയാൾക്ക് കഴിയും. CM ഒരു താരം വലിയ ആണെങ്കിൽ വലിയെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ അല്ല എന്നറിയണം. അങ്ങനെ നിങ്ങൾ ഉറൂസിന് പോകരുത്. ഇന്നത് കഴിയാനില്ല, എന്തും കഴിയും. ഒരു ദിവസം കണ്ടപ്പോൾ CMന് പറയാ അസ്രായേലിനോട്, ഇനിയേ രണ്ടാഴ്ചങ്ങൾ ഭൂമിക്ക് തന്നെ വരരുത് കേട്ടോ, ഒരു മരിപ്പും വേണ്ടാന്ന് ആർക്ക് പറയാ. അപ്പൊ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അസ്രായേൽ റൂൾ പിടിക്കാൻ വന്ന അസ്രായേൽ തിരിച്ചുപോയിട്ട് എന്ത് പറഞ്ഞു അള്ളഹാനോട്. പിന്നെ അവിടെ ആ CM പറയണം, എൻ്റെ അബദ്ധമുണ്ടല്ലോ, മുമ്പ് 2 ആഴ്ച ഭൂമി ഇനി റൂൾ പിടിക്കേണ്ടതെന്നാണ് അപ്പോൾ പറയുന്നത്. അപ്പോൾ അള്ളാഹു പിന്നെ അസ്രായേലിനോട് എന്ത് പറയാ, നിങ്ങൾ പോകണ്ട, എൻ്റെ അബദ്ധം അങ്ങനെ തന്നെയാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, നിങ്ങളതിന് പോകണ്ട. എന്താ അങ്ങനെ ഉണ്ടായത്? 2 മാസം മഴ തന്നെ ഉണ്ടായില്ല, കർക്കിടകം ചിങ്ങ മാസം മഴ തന്നെ ഉണ്ടായില്ല. മനസ്സിലായില്ല എന്തേ? അത് CM പറഞ്ഞു. CM ഒരു ഉദാഹരണം, അല്ലെങ്കിൽ മറ്റേ വീരാൻപാപ്പ പറഞ്ഞു, അല്ലെങ്കിൽ തൃപ്പഞ്ചി മെമ്മൂലിയർ പറഞ്ഞു, ഇനി ഇവിടെ 2 മാസം മഴ ഉണ്ടാവില്ല. അപ്പം മീക്കായിൽ വന്ന് തിരിച്ചുപോയി. നിങ്ങളുടെ അല്ലേ ഞാൻ പറഞ്ഞു മഴ ഉണ്ടാകും, എന്തേ അങ്ങനെ ഉണ്ടായിക്കൂടെ? അന്ന് മീക്കായിൽ തിരിച്ചെന്നപ്പോൾ അള്ളാഹ് എന്തേ മീക്കായിൽ മഴയൊന്നും പോകാൻ. അത് നിങ്ങൾ ആ തൃപ്പഞ്ചി മെമ്മൂലിയർ എന്ന് പറഞ്ഞ ആളെ ആദ്യം നിലക്ക് നിർത്തി അയാളോട് മയക്കാൻ വയ്ക്കണം. അത് ചെയ്യ കുട്ടി. കാരണം ഇവരാരാണ്? ഇവർ അള്ളാന്റെ അബുദാണോ? എന്തെന്ന് ചോദിക്കണ്ട. എന്താണ് ഇവനൊക്കെ വിളിക്കേണ്ടത്? എന്താ അവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മായാവിക്കതേ, കുട്ടൂസന്റെയും പുട്ടാലുന്റെയും ഡാങ്കിലിന്റെയും ലുട്ടാപ്പിന്റെയും കഥയാണോ അവൻ ഈ പറയണത്? ഒരു മടവൂരിനെ കൊണ്ടുള്ള തൊഴിലേക്കേട് കുറച്ചൊന്നല്ല കേരള മുസ്ലിങ്ങൾക്ക്. ഇപ്പൊ അയാളെ പിന്നെ ചാവടിയന്തരത്തിന്റെ മാസമാണ് ഇപ്പത്. വരാൻ പോകുന്നുണ്ട് കുറെ എണ്ണം, തലകെട്ടും കെട്ടിയിട്ട് കുറെ ഹംക്കുകൾ വരാണ്ട് ഇങ്ങോട്ടും വഷളത്തരം പറഞ്ഞിട്ട് ഇരിക്കട്ടെ, കാത്തിരിക്കണം നമ്മള്. അപ്പൊ മടവൂരിനെ കുറിച്ചാ പറയണ്ടേ? മടവൂർ വിമാനം നിയന്ത്രിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ മടവൂർ ഈ ഭൂമിയിലുള്ള എല്ലാ വിമാനം നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാലും കുറ്റം പറയണ്ട, അങ്ങനെ സംഭവിക്കാം. എവിടെ ഞാൻ ചോദിക്കട്ടെ, അതിൽ യുദ്ധവിമാനം വിടും, അല്ല സാധാ യാത്രാ വിമാനം വിടുള്ളൂ? അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധമൊക്കെ മടവൂരിനെ കൊണ്ട് നിയന്ത്രിച്ചിട്ട് ലോകത്ത് സമാധാനം കൊടുക്കാൻ മടവൂരിനെ കൊണ്ട് കഴിയൂലേ? അപ്പോൾ ഓരോ സങ്കല്പങ്ങളാണ്. എന്ത് അങ്ങനെ മലക്കുൽ മൗത്ത് ഭൂമിക്ക് റൂഹിനെ പിടിക്കാൻ വന്നു. അപ്പോൾ നോക്കും മടവൂരിൻ്റെ ഇവിടെ മടവൂര് ഉടനെ കർശന ഓർഡർ, 2 ആഴ്ചക്ക് ഇവിടെ ഒരു റൂഹിനും പിടിക്കരുത്, ഞാനാണ് പറയണത്. അങ്ങനെ മലക്കുൽ മൗത്ത് ഇങ്ങനെ തലയും ചൊറിഞ്ഞിട്ട് അള്ളാന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ എന്തേ മലക്കുൽ മൗത്ത് പോകുന്നു? അതിപ്പോൾ മടവൂര് റൂഹിനെ പിടിക്കാൻ സമ്മതിക്കണില്ല എന്ന് അള്ളാഹിനോട് പരാതി. അള്ളാഹ് പറഞ്ഞേച്ചാൽ റൂഹിനെ പിടിക്കാനേ. അവിടെ ചെന്നപ്പോൾ മടവൂരിന്റെ തിട്ടൂരം പറ്റൂല. എന്നിട്ട് അസ്രായേൽ ടെൻഷനായിട്ട് ഇങ്ങോട്ട് വരിക, അള്ളാഹിനോട് പരാതി പറയാ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നമ്മളാളാണ്, എൻ്റെ ആളാണ്, എൻ്റെ അബ്ദാണത്, എന്താ നമുക്ക് വേറെ വോയിസ് ഒന്നും ഇല്ല എന്നുള്ള കോലത്തിൽ അള്ളാഹിനെ കൊച്ചാക്കി സംസാരിക്കുക. 2 മാസത്തിന് കർക്കിടക മാസത്തിലും ചിങ്ങമാസത്തിലും മഴയൊന്നും വേണ്ട, മഴ ഇരിക്കാൻ വേണ്ടി ഇവിടെ മീക്കായിൽ വന്നതാ. അപ്പൊ നോക്കും ഇവിടെ 2-3 ഹംകിങ്ങൾ. ആരൊക്കെയാണ്? മടവൂര്, പിന്നെ തൃപ്പനച്ചി, ബീരാവുലിയപ്പാപ്പ. ഈ ചെങ്ങായിമാരൊക്കെ അവിടെ നിന്നാണ്ട് മീക്കായിലിനെ ഗരാവ് ചെയ്തു. മഴ തന്നെ പറ്റൂല ഇവിടെ. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കണോ, കൃഷി ഉണ്ടോ, അതൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്കിപ്പോൾ മഴ പറ്റൂല എന്ന് പറയാൻ പറ്റൂല എന്ന് തന്നെ. ആ മീക്കായിൽ മടങ്ങി ചെന്നിട്ട് അള്ളാഹോട് പരാതി പറഞ്ഞു. അള്ളാഹ് നിസ്സഹായനാണ്. ഈ ഹംകിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് സഹോദരങ്ങളെ. അള്ളാഹിനെ കുറിച്ചുള്ള പോലെ വിശ്വാസമാണത്. കഴിഞ്ഞിട്ടില്ല, അടുത്ത് കേട്ടോളി. അപ്പൊ ഈ ലോകത്തെ എല്ലാരും മരിപ്പിക്കാൻ ഒരു ദിവസം അള്ളാഹു തരാം ബീരാനെ പാപ്പാക്ക് കഴിവ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കഴിവ് ആര് കൊടുത്തു? അസ്രായേലിനോട് പറയാം, അസ്രായേൽ നിങ്ങൾ 2 ആഴ്ച ലീവ് കൊടുത്താൽ നീ ബീരാൻ നടത്തിക്കോളും മരിപ്പ്. എന്ത് നടന്നൂടെ? നടക്കുമല്ലേ? അതാണടാ സുന്നി. ഇന്റെ സുന്നി പണ്ടത്തെ സുന്നി, അന്റെ സുന്നി അല്ല. ഇതാ അടുത്ത ഊഹം എന്താണ്? ഈ ലോകത്തുള്ള എല്ലാവരും മരിപ്പിക്കാനുള്ള ഒരു ഡ്യൂട്ടി ബീരാവുലിയപ്പാപ്പാനെ അള്ളാഹ് ഏൽപ്പിച്ചു. എന്നിട്ട് മലക്കുൽ മൗത്തിനോട് നിങ്ങൾ 2 മാസം 2 ആഴ്ച ലീവ് എടുത്തോളി, ഞാൻ ബീരാനെ ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മലക്കുൽ മൗത്തോടെ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് ബീരാവുലിയപ്പാപ്പ മുമ്പർക്ക് ഇഷ്ടമുള്ളവരെ മരിപ്പിക്കുക, ഇഷ്ടമില്ലാത്തവരെ മരിപ്പിക്കേണ്ട, അങ്ങനെ നടക്കുക. എന്താ അള്ളാഹിനെ കൊണ്ട് അങ്ങനെ കഴിയൂലേ?
ഇവൻ ചോദിക്കണേ, നമുക്ക് ചോദിക്കാണ്. എടോ, അള്ളാഹ്ക്കൊരു നെലിം വലില്ലേ? അള്ളാഹിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹിനെ പോലെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയില്ലാന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. അള്ളാഹിനെ കുറിച്ച് കുറെ ഊഹങ്ങൾ, എന്താണ് അള്ളാഹിന്റെ ഗാംഭീര്യം, എന്താണ് അള്ളാഹിന്റെ പ്രവർത്തനം, ഒന്നും പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ അള്ളാഹ് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, എന്താ അള്ളാഹ് അങ്ങനെ ചെയ്താല് ഇങ്ങനെ ചെയ്താല് ചോദിക്കന്നെ. ഊഹങ്ങൾ മാത്രം. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ അള്ളാഹ് അങ്ങനെ കഴിയൂലേ, ഇങ്ങനെ കഴിയൂലേ, അള്ളാഹ് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, അത് പറയാരോടോ നമുക്ക്. അള്ളാഹിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാഹ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്യാത്തത് എന്താ അങ്ങനെ ചെയ്തത് ചോദിക്കാൻ പാടില്ല പരിശുദ്ധ ഖുർആന. നിർഭം കുറച്ച് പോട്ടന്മാരെ വിളിച്ചു കൂട്ടിട്ട് പെരുമ്പോട്ടൻ പൊട്ടെന്ന് പറഞ്ഞ 1 ഗ്രാം ഒരു സൂചിന്റെ മോന കൊണ്ട് തോണ്ടിയെടുക്കാൻ പറ്റിയ തലച്ചോറ് ഈ ഹംകിന്റെ തലയിലില്ല. ഞാനിങ്ങനെ പറയുമ്പോൾ ഞങ്ങളെ ഖാസിം ഉസ്താദിനെ പൊട്ടെന്ന് വിളിക്കാൻ ആരോടാ വഹാബി എന്ന് ചോദിച്ചിട്ട് എന്റെ കമന്റ് ബോക്സ് കിടന്ന് നേരങ്ങണ്ട ഹുറാഫി കേട്ടോ, ഓൻ തന്നെ പറട്ടത്. ഇതിനെ പറ്റി അന്തം കമ്മി എന്ന് പറയാൻ പറ്റൂല. അന്തം കമ്മി എന്ന് പറയണമെങ്കിൽ കുറച്ചന്തമാണല്ലോ. ഞാൻ അന്തം കമ്മിയല്ല, അന്തല്ലാത്തവനാണ്. ഞാൻ ഒരു അന്തം കമ്മിയും അല്ല. ഇതിനെപ്പറ്റി ആരും ദയവായി അന്തം കമ്മി എന്ന് പറഞ്ഞു നോക്കരുത്. കാരണം ഞാൻ അന്തം കമ്മിയല്ല, അന്തല്ലാത്തവനാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഇവന്റെ പ്രശ്നം. അന്തം കമ്മിയല്ല, കുറച്ച് അന്തമുള്ളവനല്ല നമ്മൾ അന്തം കമ്മിയേന്ന് വിളിക്കുക. അതുപോലും വിളിക്കാൻ പറ്റൂലോനാ. അന്തല്ലാത്ത നല്ല 22 കാരറ്റ് പത്തരമാറ്റ് പെരുമ്പൊട്ടൻ, അതവന് വിളിക്കാൻ പറ്റുള്ളൂ. ഈ മൂത്തേടൻ സ്വാമി എന്തെങ്കിലും ആയിക്കോട്ടെ. അന്തം കമ്മികൾ എത്ര ഉണ്ട് കേരളത്തില്? കുറെ ആൾക്കാരെ പിടിച്ച് ഔലിയാക്കളും ആക്കിയിട്ടുണ്ട് അന്തം കമ്മികളെ. ഞങ്ങൾക്ക് പ്രശ്നമുള്ള കേസല്ല. പക്ഷെ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രചാരകരാണ്, ഖുർആൻ പ്രഭാഷകരാണ്, ഇസ്ലാമിക പണ്ഡിതന്മാരാണെന്നുണ്ട്. പിന്നെ കുറച്ചേരും കൗമ് തലയിലേറ്റി കൊടുക്കുന്നുണ്ട്. അതാ ഞങ്ങളെ വിഷമം. ആ കൗമിനെ അല്ലെങ്കിൽ ആ കൗമിന്റെ കെണിയിൽപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് കാര്യം മനസ്സിലാകാനാണ് നമ്മൾ ഇത്ര രൂക്ഷമായിട്ട് ഈ കാര്യം പറയണത്. ഇത് ഈ വികാരപ്രകടനം വെറുതെ ആളെ ചീത്ത പറയാൻ വേണ്ടിയിട്ടല്ല. ഒരു മനുഷ്യന് ഇസ്ലാമിനെ അങ്ങനെ ഇട്ട് താറടിക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സമസ്തക്കാരെ, നിങ്ങളെക്കുറിച്ചല്ല ഇത് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ധരിക്കുകയോ ചെയ്യരുത്. ഈ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വലിയൊരു വിഭാഗം 80% ആളുകളും ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവരോട് ഞങ്ങൾക്ക് സ്നേഹമേയുള്ളൂ. നിങ്ങൾ ഇത്തരം പിശാചുബാധയേറ്റ സൂഫിസത്തിന്റെയും ത്വരീഖത്തിന്റെയും ശൈത്താനിയത്ത് ബാധയേറ്റ ഇത്തരം കാസിമിമാരുടെ, ഇത്തരം മുറിമൊല്ലമാരുടെ, ഇത്തരം പുരോഹിതന്മാരുടെ കെണിയിൽ വീണ് നിങ്ങളുടെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ പ്രസ്ഥാനത്തിലേക്ക് ആളെ കൂട്ടാനോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എന്നിട്ട് പ്രസ്ഥാനത്തിന്റെ വലിപ്പം കൂട്ടാനോ അല്ലോ ഈ പറയണത്. ഒരു മുസ്ലിം സഹോദരങ്ങൾ എന്നുള്ള നിലക്ക് നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് മാത്രമാണ് ഇത്രയും രൂക്ഷമായി സംസാരിക്കാൻ എന്നെ പോലെയുള്ള ആളുകൾ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ഒരു വിദ്വേഷം കൊണ്ടല്ല. സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സാധാരണക്കാരായ ആളുകളല്ല ഇത്രയും രൂക്ഷമായി സംസാരിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ കാസിമിയെ പോലെയുള്ള പിശാചുക്കൾ എങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന സത്യം ഇനിയെങ്കിലും നിങ്ങൾ കണ്ടറിഞ്ഞില്ലെങ്കിൽ സമീപഭാവിയിൽ ഇതിന്റെ ദുരന്തം നിങ്ങൾ കൊണ്ടറിയും. കാത്തിരുന്ന് കാണാം നമുക്ക്. കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ, ഇവൻ ഈ ത്വരീഖത്തിൽപ്പെട്ടതിന് ശേഷം, ഈ സൂഫിസത്തിൽപ്പെട്ടതിന് ശേഷം ഇവൻ എത്രത്തോളം വഷളായി, എത്രത്തോളം ശൈത്താനിയത്താണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഇഷ്ടംപോലെ സാധനം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായി പുറത്തിടുക തന്നെ ചെയ്യും. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞല്ലോ, രാവിലെ ഒരുത്തൻ സൂഫിയായി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പെരുമ്പൊട്ടനാവുന്നുള്ളത്. അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഈ ചങ്ങായി, ഈ മൂത്തേടൻ കാസിമി. ഇവന്റെ ഷർറിനെ തൊട്ട് കേരള മുസ്ലിങ്ങളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് തൽക്കാലം പ്രാർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.